ഗുഡ് ഈവനിങ് ഗൈസ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സോ സോഹോന്റെ ലാസ്റ്റ് ഡേ ആണ് നമ്മളിന്ന്. സോഹോ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ഡേ ആണ്. ഇനി നമുക്ക് ഒരു സോഫ്റ്റ്വെയറും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത്, അത് ടാലിയാണ്. ഓക്കെ, അപ്പൊ ടാലി നാളെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. മോസ്റ്റ് പ്രോബബ്ലി ഈ വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിന് മുന്നേ ഏതാ ഡേ എന്നുള്ളത് പറയും. ഓക്കെ, ടാലി ഒരു 2 ദിവസത്തെ സെഷൻ ആയിരിക്കും. ആൻഡ് ടാലി ഞാൻ 2 ദിവസം മാറ്റി ഒറ്റ ദിവസത്തേക്ക് ആക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. കാരണം ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്ത് പോവാം. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് കഴിയാൻ സാധ്യതയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസത്തേക്കെങ്കിലും ആവാം. പക്ഷേ മാക്സിമം 2 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാലി നോക്കാം. കാരണം ആ ഒരു സ്ട്രെച്ചിൽ പറഞ്ഞു കഴിഞ്ഞാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ നാളെ ഉണ്ടാവില്ല. ഒരു കുറച്ച് ദിവസം, ഒരു 2 3 ദിവസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. 1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, അമീൻ മുഹീദ്ദീൻ. ഓക്കെ, വേറൊരു ഉദ്ദേശം കൂടി എന്താ വെച്ച് കഴിഞ്ഞാല്, ഇനിയുള്ള ലാസ്റ്റ് ടാലിന്റെ സെഷന്റെ കൂടെ തന്നെ നമ്മൾ ഇത്രയും പഠിച്ച അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലുള്ള എല്ലാ ഡൗട്ടുകളും കൂടി ക്ലിയർ ചെയ്യാന്നുള്ള വിചാരിച്ചിട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ റെക്കോർഡിങ്സ് കണ്ട് വരുന്നവരും അല്ലെങ്കിൽ അവിടെ എത്താത്തവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സെഷനിൽ എത്തുന്ന സമയത്ത് ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനും കൂടി ആ ഡേ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു 4 5 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും നെക്സ്റ്റ് ക്ലാസ്സിന്, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വാറ്റിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും നാളെ. അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിലേക്കുള്ള ആൾക്കാർക്ക് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഇനി ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും, ഒരു 3 4 ദിവസത്തെ ഗ്യാപ്പ്. അപ്പോൾ അത് ഗ്രൂപ്പിൽ ഇനി അടുത്ത ക്ലാസ് എന്താണുള്ളത് പറയും. അപ്പോൾ അന്നായിരിക്കും ഇനി നമ്മൾ ടാലി ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ സോഹോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നാണ് ഇനി എന്ത് വരിക, ടാലി വരിക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൂടെ ഒന്ന് പറയാനുണ്ടായിരുന്നത്, ടാലിൻ്റെ കേസ് പറയാനുള്ളത്. ബാക്കി ഇന്ന് നമ്മൾ സോഹോ തന്നെയാണ് ബാലൻസ് ഉള്ള പോർഷൻസ് പറയാൻ പോകുന്നത്. അപ്പോൾ സോഹോ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ 2 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് ഇൻവെൻട്രി റിലേറ്റഡ് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രീൻ്റെ ഈ ഒരു ഐറ്റംസ് നമ്മൾ ലോഗിൻ അല്ലെങ്കിൽ ഇൻവെൻട്രി ഇവിടെ നാവിഗേറ്റിംഗ് പെയിനിൽ വരാനുള്ള റീസൺ നമ്മൾ കോൺഫിഗറിൽ പോയിട്ട് ഇൻവെൻട്രി ആക്റ്റീവ് ആക്കിയതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിവിടെ ഇൻവെൻട്രി ആക്റ്റീവ് ആക്കിയതോടെയാണ് എന്ത് ചെയ്തത്, ഇൻവെൻട്രി ഇതിൽ വന്നത്. ആൻഡ് ഇൻവെൻട്രി വന്നതിന് ശേഷം ഇവിടെ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ളൊരു സാധനം കൂടി നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ഈ ടാബ് സോഹോയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻവെൻട്രിയിൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് മാനുവലി അല്ലാതെ ചില ഐറ്റംസിന് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ ചില ഗുഡ്സ് നശിച്ചു പോയി, അല്ലെങ്കിൽ സ്റ്റോളൻ ആയി പോയി. ഏതെങ്കിലും ഒരു ഇൻവെൻട്രി സെയിൽസോ പർച്ചേസോ അല്ലാത്ത തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. സെയിൽസും പർച്ചേസും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി ഇൻവെൻട്രിയിൽ അത് റിഫ്ലക്റ്റഡ് ആവും. അതല്ലാത്ത ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ വിൽക്കാൻ പറ്റാതെ ഔട്ട് ഓഫ് സ്റ്റോക്കായി നിൽക്കുന്ന, ഒബ്സിലേറ്റ് സ്റ്റോക്കായി നിൽക്കുന്നതൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്റ്റോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ഈ ഒരു ടാബ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്രിയേറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമുക്ക് ഇൻവെൻട്രിയിൽ നടത്താൻ പറ്റുക. ഒന്ന് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ്സും, രണ്ടാമത്തെ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സും. ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രീൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുക. അതായത് 100 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് നമുക്കൊരു 10 ക്വാണ്ടിറ്റി എന്തായി, ലോസ്റ്റായി, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തേണ്ടത്. ഇനി അതല്ല, വാല്യൂവിലാണ് അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയത്, ക്വാണ്ടിറ്റിയിലല്ല, പകരം വാല്യൂ കുറയാണ്. അതായത് അതിൻ്റെ പ്രൈസ് മാറിയത് കൊണ്ട് എന്തായി, ഇൻവെൻട്രീൻ്റെ പ്രൈസ് മാറ്റുകയാണെന്നുള്ള രീതിയിൽ വാല്യൂവിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു. റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഡേറ്റ് ചോദിക്കും, അക്കൗണ്ട് ചോദിക്കും. അക്കൗണ്ട് ഓൾവേസ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിലേക്കായിരിക്കും. ഓക്കെ, ഇൻവെൻട്രി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിലേക്കാണ് എന്ത് ചെയ്യുക, ലെഡ്ജർ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒക്കെ, അതായത് സ്റ്റോക്കിൽ സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പോർഷൻ ഇല്ലാത്തതൊക്കെ ഏത് ലെഡ്ജറിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്നുള്ള ലെഡ്ജറിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ലെഡ്ജറിലാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടത്. ഓക്കെ, ഇനി റീസൺ ചോദിക്കും. റീസൺ ഫോർ എക്സാമ്പിൾ സ്റ്റോളൺ ഗുഡ്സ്, കുറേ റീസൺസ് ഇവിടെ കാണാൻ പറ്റും. സ്റ്റോക്ക് ഓൺ ഫയർ, സ്റ്റോളൺ ഗുഡ്സ്, ഡാമേജ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് റിട്ടേൺ ഓഫ്, സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട്, ഇൻവെൻട്രി റിവാലുവേഷൻ. ഈ സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട്സ് എന്ന് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെൻട്രി നമ്മളെ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഹോന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇൻവെന്ററി എന്നുള്ള ഓപ്ഷൻ തന്നെ ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു എത്രയാണ് ഇൻവെന്ററി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണേ, ഈ അമീൻ മൊഹീദ്ദീനെ നമ്മുടെ ക്ലാസ്സിലുള്ള ആളാണ്. ഓക്കെ, നോക്കാം. ഓക്കെ, അതിന് പുറമെ നമ്മൾ ഫിസിക്കലി ഇൻവെന്ററി എടുത്തു. ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു, കമ്പനിയിൽ പോയിട്ട് ഫിസിക്കലി ഇൻവെന്ററി ചെക്ക് ചെയ്തു. അങ്ങനെ ഫിസിക്കലി ഇൻവെന്ററി ചെക്ക് ചെയ്ത സമയത്ത് നമ്മളെ സോഫ്റ്റ്വെയറിലുള്ള ഇൻവെന്ററിയും ഫിസിക്കലി ഇൻവെന്ററിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്താനും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ടാബ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുക സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട്സ് എന്നായിരിക്കും കൊടുക്കുക. അതായത് സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട് മൂലം എന്തായി, ഇൻവെന്ററിയിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നു എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പല കാരണങ്ങളാവാം ഈ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ, പല കാരണങ്ങളാവാം. ഒന്ന് സ്റ്റോക്ക് ഓൺ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി നശിച്ചതുപോലെ, അല്ലെങ്കിൽ ഗുഡ്സ് സ്റ്റോളൺ ആയതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് ഡാമേജ്ഡ് ആയതാണെന്നുണ്ടെങ്കിൽ പല റീസൺസ് ആവും. അപ്പം ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, സ്റ്റോളൺ ഗുഡ്സ് കൊടുത്തു. ഓക്കെ, സ്റ്റോളൺ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഐറ്റം ടേബിൾ ചോദിക്കും ഏത് ഇൻവെന്ററിയിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടത്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് സോപ്പാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ സോപ്പ് കൊടുത്തു. ഓക്കെ, സോപ്പ് കൊടുത്തു. സോപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എത്രയെന്നുള്ള ഇവിടെ കാണും. നമ്മളത് മൈനസ് ക്വാണ്ടിറ്റി ആണ്, കാരണം നമ്മൾ പർച്ചേസ് ഒന്നും കാണിക്കാതെ നേരെ സെയിൽസ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ 2 ദിവസം മുന്നത്തെ എൻട്രി ഒക്കെ നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനസ് ക്വാണ്ടിറ്റിയിലായിരിക്കും സോപ്പ് നിൽക്കുന്നുണ്ടാവുക. -5 പീസ് എന്നുള്ള രീതിയിലാണ് സോപ്പ് നിൽക്കുന്നുണ്ടാവുക. അതിന് നമ്മൾ എന്ത് ചെയ്യണേ, ന്യൂ ക്വാണ്ടിറ്റി ഇൻ ഹാൻഡ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, എത്ര ബാലൻസ് ഇപ്പോൾ ശരിക്കും ഉണ്ടെന്നുള്ളൂ. ഇപ്പോൾ ശരിക്കും എത്ര ഉണ്ട്, 3 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നത് 8 ആണ്. -5ൽ നിന്ന് 3 എന്നുള്ളതിലേക്ക് വരികയാണ്. പകരം നമ്മൾ -3 ആണെന്ന് ആക്കി കഴിഞ്ഞാലോ, -3 ആക്കുമ്പോൾ ഉണ്ടോ 2 എന്നിലേക്ക് വന്നു. അതായത് ക്വാണ്ടിറ്റി, പുതിയ ക്വാണ്ടിറ്റി എത്രയെന്നുള്ളത്. ഇപ്പോൾ നമ്മളെ കയ്യിൽ -5 ആയിരുന്നു സ്റ്റോക്ക്, ഇപ്പോൾ എത്രയായി, -3 ആയി. അതിൻ്റെ അർത്ഥം ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് എത്രയിൽ വന്നു, 2 ക്വാണ്ടിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് വന്നു. അപ്പോൾ ഈ രീതിയിൽ സ്റ്റോക്കിൽ നമ്മൾ സെയിൽസോ പർച്ചേസോ അല്ലാത്ത വേറെ ഏതെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സോഹോയിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഈ ടാബ്. ഓക്കെ, അപ്പോൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ടാബിൽ വരിക. അവിടെ നമുക്ക് 2 രീതിയിൽ ഇൻവെന്ററിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി വൈസും അഡ്ജസ്റ്റ് ചെയ്യാം, വാല്യൂ വൈസും അഡ്ജസ്റ്റ് ചെയ്യാം. റീസൺ ഇവിടെ കൊടുക്കണം. ആൻഡ് ഇവിടെ ലെഡ്ജറും പോസ്റ്റ് ചെയ്യുന്ന ഏത് ലെഡ്ജറിലൂടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നുള്ളത് അത് നമ്മളിവിടെ കൊടുക്കണം. നോർമലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ലെഡ്ജറിലായിരിക്കും റീസൺ കൊടുക്കണം. പല റീസൺസ് ആവാം. ഇപ്പോൾ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ റിസൾട്ട്സ് മൂലം മാറാം. സ്റ്റോക്ക് ടേക്കിംഗ് നടത്തിയ സമയത്ത് മാറ്റം വന്നതാണെന്നുണ്ടെങ്കിൽ ആ റീസൺ കൊടുക്കാം, സ്റ്റോക്ക് ടേക്കിംഗ് റിസൾട്ട്സ് കൊടുക്കാം. അപ്പോൾ റീസൺ മാറ്റി കൊടുക്കുക. പിന്നെ ഏതൊക്കെ ഐറ്റത്തിലാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടത്, ഏതൊക്കെ സ്റ്റോക്ക് ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടത്, ആ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അതിനുശേഷം അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ, കൺവേർട്ട് ടു അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റം എന്താവും, ഈ സ്റ്റോക്ക് എന്താവും, അഡ്ജസ്റ്റഡ് ആയി മാറും. ഓക്കെ, അപ്പോൾ അതിനുള്ളതാണ് എന്ത്, സ്റ്റോക്കിലുള്ള ഇൻവെന്ററിയിലുള്ള ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ടാബ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിനകത്ത് വെണ്ടർ ക്രെഡിറ്റ്. ഓക്കെ, വെണ്ടർ ക്രെഡിറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഇന്നലെ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെയിൽസ് റിട്ടേൺ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ക്രെഡിറ്റ് നോട്ട്. കമ്പനിക്ക് സെയിൽസ് റിട്ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് നോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആളാണ് എന്ത്, ഡെബിറ്റ് നോട്ട്. അതായത് പർച്ചേസ് റിട്ടേൺ നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട്, പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്നുള്ളതിന് പകരം സോഹോയിലുള്ള ആളാണ് എന്ത്, വെൻഡർ ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റ് നോട്ട് തന്നെയാണ് പേര്, വെൻഡർ ക്രെഡിറ്റ് എന്നേ ഉള്ളൂ, പക്ഷേ പർപ്പസ് ഡെബിറ്റ് നോട്ട് തന്നെയാണ്. അതായത് നമ്മുടെ പർച്ചേസ് റിട്ടേണുകൾ കാണിക്കാനുള്ളത്. ഓക്കെ, പർച്ചേസ് റിട്ടേൺ കാണിക്കാനുള്ളതാണ് എന്ത്, വെൻഡർ ക്രെഡിറ്റ്. സെയിൽസ് റിട്ടേൺ കാണിക്കാനുള്ളത് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെൻഡർ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക, വെൻഡർ ക്രെഡിറ്റ്സിൽ പോവുക, ക്രിയേറ്റ് വെൻഡർ ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെൻഡർ ആരാന്ന് ചോദിക്കും. നമ്മൾ ആർക്കാണ് പർച്ചേസ് റിട്ടേൺ അടിക്കുന്നത് ആ വെൻഡറെ ചോദിക്കും. അപ്പോൾ ഞാൻ പർച്ചേസ് റിട്ടേൺ അടിക്കുന്ന വെൻഡറെ കൊടുത്തു. അതിനുശേഷം നമ്മൾ നോർമലി വരുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ, അതിൻ്റെ ക്രെഡിറ്റ് നോട്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. പിന്നെ ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡേറ്റ് കൊടുക്കാം. അതായത് ആ പാർട്ടി നമുക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് നോട്ട് തന്നിട്ടുണ്ടാവും. ഈ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് നോട്ട് നെയിം അല്ല, ആ ഓപ്പോസിറ്റ് പാർട്ടി നമുക്ക് തരുന്ന ക്രെഡിറ്റ് നോട്ടാണ്. അതായത് നമ്മൾ നമ്മുടെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എന്താണ്, പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. നമ്മുടെ നമ്മളെ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് പാർട്ടിൻ്റെ സെയിൽസ് റിട്ടേൺ ആണ്. നമ്മൾ പർച്ചേസ് ചെയ്തു, അയാൾ സെയിൽ ചെയ്തു,
അയാൾ സെയിൽസ് റിട്ടേൺ അടിക്കണം, നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അയാളുടെ സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ക്രെഡിറ്റ് നോട്ട്, അപ്പം നമ്മുടെ ഡെബിറ്റ് നോട്ട്. അപ്പോൾ ആള് നമുക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഒരു ക്രെഡിറ്റ് നോട്ട് തന്നിട്ടുണ്ടാവും. അതായത് അയാൾ സെയിൽസ് റിട്ടേൺ കാണിച്ചു എന്നുള്ളതിൻ്റെ ഒരു ക്രെഡിറ്റ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡെബിറ്റ് നോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് നോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ പേര്, ആ ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡേറ്റ്, അതുകൊണ്ടാണ് ഇവിടെ വെൻഡർ ക്രെഡിറ്റ് ഡേറ്റ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, വെൻഡർ എന്നാണോ ക്രെഡിറ്റ് നോട്ടിന് ഡേറ്റ് കാണിച്ചത് ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്യുക. പിന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പേയബിൾ ലെഡ്ജറിലേക്ക് തന്നെയാണ് അതും പോവുക. കാരണം വെണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയബിൾ ആണ്. പേയബിൾ അത് എന്ത് ലെഡ്ജർ ആയിരിക്കും? അക്കൗണ്ട്സ് പേയബിൾ എന്ന ലെഡ്ജർ ആയിരിക്കും. പിന്നെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഐറ്റംസ് ആണോ ആ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ്. ഇതെന്തിനാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുക? വെണ്ടർ ക്രെഡിറ്റ് നമുക്ക് ശരിക്കും എഫക്റ്റ് എവിടെയൊക്കെ വരിക? ഒന്ന്, ഓഫ് കോഴ്സ് നമ്മളെ പർച്ചേസ് റിട്ടേൺ ആയിട്ട് വരും. രണ്ട്, നമുക്ക് വാറ്റിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യണം? വെണ്ടർ ക്രെഡിറ്റ്സ് പോസ്റ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത സമയത്ത് ഞാൻ വാറ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വാറ്റ് കൊടുത്ത സമയത്ത് ഞാൻ ഈ പർച്ചേസ് എൻട്രി അടിച്ച സമയത്ത് വാറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത എൻട്രിയാണ് അടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെവിടെ വരും? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ഫയലിംഗ് ആൻഡ് കംപ്ലയിൻസിൽ, വാറ്റ് റിട്ടേൺസിൽ ഇവിടെ നമ്മളെ ഇൻപുട്ടും ഔട്ട്പുട്ടുള്ള കോളത്തിനകത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കോളത്തിനകത്ത് കെടുക്കുന്നുണ്ടാവും. നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അടച്ച ടാക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്. ആ ഇൻപുട്ട് ടാക്സ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിക്കുമ്പോൾ അതിന് ഇൻപുട്ട് എന്ത് ചെയ്യണം? പോകണമല്ലോ. പർച്ചേസ് റിട്ടേൺ മാത്രം പോയാൽ പോരല്ലോ, അതിൻ്റെ ഇൻപുട്ടും പോകണം. അങ്ങനെ ആ ഇൻപുട്ട് പോകണം, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൂടി പോസ്റ്റ് ചെയ്യണം? വെൻഡർ ക്രെഡിറ്റ്സ് പോസ്റ്റ് ചെയ്യണം. സോ വെൻഡർ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പർച്ചേസ് റിട്ടേൺ ആണ്. ഈസിയാണ്, പർച്ചേസ് റിട്ടേൺ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഓപ്പോസിറ്റ് പാർട്ടി, അതായത് നമുക്ക് സെല്ല് ചെയ്ത ആളുണ്ടാവും, അയാൾ ക്രെഡിറ്റ് നോട്ടാണ് പോസ്റ്റ് ചെയ്യുക. അയാളുടെ ക്രെഡിറ്റ് നോട്ട് പോസ്റ്റ് ചെയ്യും. നമുക്കതെന്തായിരിക്കും? നമുക്ക് പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ബാക്കിയൊക്കെ സെയിം മെത്തേഡ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒന്ന് ടൈം ട്രാക്കിംഗ് ആണ്. ടൈം ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ചില പ്രൊജക്റ്റുകൾ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ട്രാക്കിംഗ് ചെയ്യാനും ആ പ്രൊജക്റ്റിൽ സ്റ്റാഫ് എത്ര ടൈം വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ടൈം ട്രാക്കിംഗ് അല്ലെങ്കിൽ പ്രൊജക്ട്സ് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതിൽ പ്രൊജക്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ടൈം ട്രാക്കിങ്ങിൽ പ്രൊജക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സോഹോ നമ്മളോട് എന്ത് ചെയ്യും? ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തരും, ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോ വർക്കും പ്രൊജക്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊജക്റ്റുകളായിരിക്കും. അങ്ങനെ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. പ്രൊജക്റ്റിന് ഒരു പേര് ചോദിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ഓക്കെ, വി വേർ വെറുതെ ഒരു പ്രൊജക്റ്റ്. ഓക്കെ, കസ്റ്റമർ നെയിം ചോദിക്കും. ഈ പ്രൊജക്റ്റ് ഏത് കസ്റ്റമർക്കാണ് ബില്ല് ചെയ്യുന്നത്? ഇപ്പോൾ ഗൂഗിളാണ് നമ്മളൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത് അയാൾക്ക് കൊടുത്തു. ബില്ലിംഗ് മെത്തേഡ് ചോദിക്കും. ബില്ലിംഗ് മെത്തേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കസ്റ്റമർക്ക് നമ്മൾ പ്രൊജക്റ്റിന് എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത്? ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ പ്രൊജക്റ്റ് ആണോ, അല്ല അതോ പ്രൊജക്റ്റിൻ്റെ ഹവർലി ബേസിസ് ആണോ, അല്ല ടാസ്ക് ബേസിസ് ആണോ, അല്ലെങ്കിൽ ടാസ്ക് ഹവർ ബേസിസിലാണോ, അല്ല സ്റ്റാഫിൻ്റെ ഹവർ ബേസിസ് ആണോ, ഏത് ബേസിസിലാണ് നമ്മൾ ബില്ല് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടാസ്ക് അവേഴ്സ് ബേസിസ് കൊടുത്തു. ഓക്കെ, ബേസ്ഡ് ഓൺ ടാസ്ക് അവേഴ്സ്. നിങ്ങൾക്ക് ഏതും കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിൻ്റെ ബജറ്റ് വരും. ഓക്കെ, ഇത് പണ്ട് സോഹോയിൽ ബജറ്റ് വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു, ഇവിടെ ടിക്ക് ഇടാനുള്ള ഓപ്ഷനായിരുന്നു. ഇപ്പോൾ സോഹോ അത് ഒഴിവാക്കി. സോഹോ എന്ത് ചെയ്തു? ബജറ്റ് നിർബന്ധമായും കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ബജറ്റിൻ്റെ കോസ്റ്റ് കാണിക്കും വേണം, റവന്യൂ കാണിക്കണം. അതായത് നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് എന്ത് ചെയ്യാണ്? അസൈൻ ചെയ്യണം. ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, കമ്പനിക്ക് ഒരു പുതിയ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്രിയേറ്റ് ചെയ്യണം. ആ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ക്രിയേറ്റ് ചെയ്തത് ആരൊക്കെയാണ് ആ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് അവർക്ക് നമ്മൾ എന്ത് ചെയ്യും? അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ പ്രൊജക്റ്റിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ആ ഏതൊക്കെ സ്റ്റാഫ് വർക്ക് ചെയ്തു, അവരെ ടൈം എത്ര എടുത്തു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സിസ്റ്റം സോഹോയിലുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ആണ് ചോദിക്കുന്നത് ഇവിടെ. ഇപ്പോൾ ഏകദേശം ഒരു 50 രൂപയാണ്, 50 ദിർഹംസ് ആണ് ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്. റവന്യൂ വരുന്നുണ്ട്. ഇത് രണ്ടും എക്സാക്ട് നമ്പർ വേണമെന്നില്ല, ഒരു എക്സ്പെക്റ്റഡ് എമൗണ്ട് മതി. കണ്ടോ, ഇവിടെ എക്സ്പെക്റ്റഡ് എമൗണ്ട്, അതായത് നമ്മളൊരു കാൽക്കുലേഷൻ മാത്രം. ബജറ്റ് ഏകദേശം ഒരു 50 ആവും. റവന്യൂ, ഈ പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടുന്ന റവന്യൂ 100 ആയിരിക്കും. എക്സ്പെക്റ്റേഷൻ മാത്രം കൊടുക്കുക. ഓക്കെ, ബജറ്റിന് കൊടുത്തു. അതിന് താഴെ യൂസേഴ്സ് കൊടുക്കും. യൂസർ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതും ആ യൂസർക്ക് റോൾ സെറ്റ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഏതൊക്കെ യൂസേഴ്സ് വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുക. ഓരോ പ്രൊജക്റ്റിനും ആർക്കൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥാപനത്തിലൊരു 5 എംപ്ലോയീസ് ഉണ്ട്. 5 എംപ്ലോയീസും
5 ഡിഫറെൻറ്റ് പ്രൊജക്ട്സിലാണെന്നുണ്ടെങ്കിൽ 5 പേർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 5 പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം. എന്നിട്ട് അതിൽ യൂസേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 5 പേര് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് പ്രൊജക്റ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു യൂസർ ഇവിടെ ആദ്യമേ ആഡ് ആവും. കാരണം എന്താ, ഈ യൂസർ, ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ ഇതിൻ്റെ അഡ്മിനാണ്, ബേസിക് അഡ്മിനാണ്, അതുണ്ടാകും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ യൂസർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് യൂസർ എന്ന് കൊടുക്കുക. ആ യൂസറെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറെ യൂസേഴ്സിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറെ പേര് ഇവിടെ കാണും. ആ യൂസറെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോരോ യൂസേഴ്സിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഓക്കെ. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു അക്കൗണ്ടൻ്റാണ് ചെയ്യുന്നുള്ളൂ. ഒരു അക്കൗണ്ടിന് ഒരു പ്രൊജക്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മറ്റേ അക്കൗണ്ടിന് വേറെ പ്രൊജക്റ്റ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, സോഹോയിൽ ഓരോ യൂസറായിട്ട് ആദ്യം ആഡ് ചെയ്യും. യൂസർ ആഡ് ചെയ്യില്ല, നമ്മൾ ഇന്നലെ നോക്കിയില്ലേ, സെറ്റിംഗ്സിൽ പോയിട്ട് യൂസേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻസിനകത്ത് പോയിട്ട് യൂസേഴ്സിന് നമുക്ക് ഓരോ ഇൻവൈറ്റ് യൂസർ എന്ന് കൊടുക്കുക. നല്ല നമ്മൾ നോക്കിയതാണ്, ഓക്കെ. ഇൻവൈറ്റ് യൂസർ എന്ന് കൊടുക്കുക, യൂസറെ പേര് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, റോൾ സെറ്റ് ചെയ്യുക. റോൾ സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഓക്കെ. റോൾ സെറ്റ് ചെയ്യുക, സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ആ മെയിൽ IDക്ക് ആ യൂസർക്ക് ആക്സസ് പോവും. അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പ്രൊജക്റ്റിനും ഓരോ യൂസറെ സെറ്റ് ചെയ്യുക. ആ യൂസർക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കാണാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഇനി പ്രൊജക്റ്റ് ടാസ്ക് ആണ്, ഈ പ്രൊജക്റ്റിൽ ഏതൊക്കെ ടാസ്ക് ഉണ്ട് എന്നുള്ളത്, ബില്ല് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് വൈസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ആണ്, ഓക്കെ. അതിൻ്റെ പ്രൊജക്റ്റ് കസ്റ്റമർ നെയിം ഇത് നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്, ഒന്നുകൂടി ഇവിടെ ചോദിക്കുന്നുണ്ട്, ഓക്കെ. അപ്പോൾ അതിന് താഴെ എന്ത് ചെയ്യും, നമ്മളോട് ബില്ല് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും, ആ പ്രൊജക്റ്റിലെ ടാസ്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് സിമെൻറ്റിങ്, ഓക്കെ. സിമെൻറ്റിങ് അതൊരു ടാസ്ക്കാണ്. ഈ കൺസ്ട്രക്ഷനിൽ സിമെൻറ്റിങ് എന്നുള്ള ഒരു ടാസ്ക്കാണ്. അതിൻ്റെ റേറ്റ് പെർ ഹവർ ചോദിക്കും, ഒരു മണിക്കൂറിന് എത്രയാണ് റേറ്റ് എന്നുള്ളത്. സിമെൻറ്റിങ്ങിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 20 ആണ്. അത് നമ്മൾ എങ്ങനെ റേറ്റ് പെർ ഹവർ ഒക്കെ സെറ്റ് ചെയ്യുന്നത്, മേലെ നമ്മളിവിടെ ബില്ലിംഗ് മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. ടാസ്ക് ഹവേഴ്സിലാണ് നമ്മൾ ബില്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റേറ്റ് പെർ ഹവറിലാണ് വരിക, ഓക്കെ. പിന്നെ എത്ര ടാസ്ക് ഉണ്ടോ അത്രയും ടാസ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സിമെൻറ്റിങ് ആഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈലിംഗ് വേറൊരു ടാസ്ക്കാണ്. ടൈലിംഗ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ടാസ്ക്കാണ് ടൈലിംഗ്. ടൈലിങ്ങിന് പെർ ഹവർ ചാർജ് ചെയ്യുന്നത് 10 ആണ്, ഓക്കെ. സേവ് ചെയ്തു. ഇനി നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരു പ്രൊജക്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ആ പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ്, പാർട്ടി ഗൂഗിള്, ബില്ലിംഗ് മെത്തേഡ്, ഹവർലി റേറ്റ് പെർ ടാസ്ക്. ഓരോ ടാസ്കിനും ഹവർലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബില്ല് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇവിടെ കാണാൻ പറ്റും. എത്ര ബില്ലിംഗ് ഹവർ കഴിഞ്ഞു, എത്ര അൺബിൽഡ് ഹവർ ഉണ്ട്, എത്ര മണിക്കൂർ പണിയെടുത്തു, എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഈ എത്ര മണിക്കൂർ പണിയെടുത്തു ഇല്ല എന്നുള്ളത് നമ്മളെങ്ങനെ അറിയാം, അതിനാണ് ലോഗ് ടൈമും ലോഗ് ചെയ്യാത്ത ടൈമും. അത് നമുക്ക് അതിലേക്ക് പോകാം, ഓരോ എംപ്ലോയീസ് എങ്ങനെയാണ് ലോഗ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ താഴെ എന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ഏതൊക്കെയാണ് യൂസേഴ്സ്, ഈ പ്രൊജക്റ്റിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ പ്രൊജക്റ്റിൻ്റെ ടാസ്ക് ഏതൊക്കെയാണ്, ഈ പ്രൊജക്റ്റിലെ ടാസ്ക്. അതിൻ്റെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞാൽ ടൈം ഷീറ്റ് കാണാൻ പറ്റും, ഓക്കെ. ടൈം ഷീറ്റ് ആണ് ഓരോ എംപ്ലോയീസിൻ്റെയും ലോഗ് ടൈം കാണാം, ഏതൊക്കെ എംപ്ലോയീസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് ഏതൊക്കെ യൂസേഴ്സ്. ഇപ്പോൾ നമ്മൾ സോഹോയിൽ പറഞ്ഞ സമയത്ത് ഏതൊക്കെ യൂസേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ അവരൊക്കെ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ടൈം ഷീറ്റിലാണ് കാണാം. ഇനി ഈ പ്രൊജക്റ്റ് റിലേറ്റഡ് ഇൻവെൻട്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ കാണാൻ പറ്റും. കാരണം നമ്മൾ ഓരോ ഇൻവെൻട്രി സെയിൽസ് പർച്ചേസും അല്ലെങ്കിൽ ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത്, സെയിൽസിൻ്റെ ഇൻവോയ്സോ പർച്ചേസിൻ്റെ ഇൻവോയ്സോ ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റ് വൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻവോയ്സ് അടിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിന് വന്ന് ഇൻവെൻട്രി ഒക്കെ എന്ത് ചെയ്യും, ഇവിടെ കാണും. പർച്ചേസ് കംപ്ലീറ്റ് ഇവിടെ കാണും. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പർച്ചേസുകളും ഇവിടെ കാണും. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ സെയിൽസും ഇവിടെ കാണാൻ പറ്റും, ഓക്കെ. ഈ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഒരു ബേസിക് ബഡ്ജറ്റ് മാത്രമേ നേരത്തെ കൊടുത്തിട്ടുള്ളൂ, അതായത് 50 രൂപ കോസ്റ്റും 100 റവന്യൂ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ ക്രിയേറ്റ് ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇനി ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ജേർണൽ എൻട്രി അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ പറ്റും, ജേർണൽസ്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് വൈസ് ഒക്കെ കമ്പനി ഓരോ കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഈ ടൈം ട്രാക്കിങ്ങിൽ പ്രൊജക്ട്സ് എന്നുള്ള ഓപ്ഷൻ. ഇത് ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ
അത്തരത്തിലുള്ള ഏരിയയിലൊക്കെ ഇപ്പോൾ മീഡിയയിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റും. മീഡിയ കമ്പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയ കമ്പനിയിലൊക്കെ ഓരോരോ ആഡ് പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികളുണ്ടാവും. ഇൻസ്റ്റഗ്രാമൊക്കെ സോഷ്യൽ മീഡിയക്കൊക്കെ ആഡിൻ്റെ പ്രൊഡക്ഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഹവർലി റേറ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഹവർലി റേറ്റ് ഉണ്ടാവും ആഡ് പ്രൊഡക്ഷനൊക്കെ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഓരോ കൺസ്ട്രക്ഷൻ ഈ പറഞ്ഞ പോലെ ഓരോ പ്രൊജക്റ്റ് ആക്കിയിട്ട് ഇതിൽ എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അതിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരതിൽ എന്ത് ചെയ്യും, യൂസേഴ്സായിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് വേണ്ട ആൻഡ് ഇത് കൺസ്ട്രക്ഷനിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ആ കൺസ്ട്രക്ഷന് വേണ്ടി പർച്ചേസ് ചെയ്ത ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ കാണാൻ പറ്റും. അതിൽ നിന്ന് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സെയിൽ ഇവിടെ കംപ്ലീറ്റ് കാണാൻ പറ്റും. അങ്ങനെ പ്രൊജക്റ്റ് വൈസ് പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ടൈം ഷീറ്റ്. ടൈം ഷീറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എംപ്ലോയീസിനും ഉണ്ടാക്കുന്ന ടൈം ഷീറ്റാണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ. ഇപ്പോൾ ഓരോ യൂസേഴ്സിനും എന്ത് ചെയ്യാം, അവരുടെ ടൈം ഷീറ്റ് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ എന്താ ചെയ്യുക, ടൈം ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ പ്രൊജക്റ്റ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിലാണ് അതിൻ്റെ ടാസ്ക് ഏതാണെന്ന് ചോദിക്കും. 2 ടാസ്ക്കാണ് നമ്മൾ അതിൽ കൊടുത്ത്, സിമെൻറ്റിങ് ആൻഡ് ടൈലിങ്. അപ്പോൾ ഞാൻ സിമെൻറ്റിങ് കൊടുത്തു. എത്ര ടൈം സ്പെൻഡ് ചെയ്തു, ഞാൻ ഏകദേശം ഒരു 1 ഒന്ന് കൊടുത്തു. ഓക്കെ, സെറ്റ് ടൈം ആൻഡ് നമുക്ക് സ്റ്റാർട്ട് എൻഡ് അങ്ങനെയും കൊടുക്കാം കേട്ടോ. ടൈം സ്പെൻഡ് ഡയറക്റ്റ് കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും വെച്ച് കൊടുത്താൽ മതി. എന്നാൽ സോഹോ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. ഇപ്പം ഞാൻ തുടങ്ങിയത് 10 മണി ടു 12 എന്നാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ പണിയെടുത്തു എന്നുള്ളത് സോഹോ കാൽക്കുലേറ്റ് ചെയ്യും. ഇത് ആരാണ്, ഏത് ആളാണ് ഇതിൽ വർക്ക് ചെയ്തത്, ഇപ്പം യൂസർ ആരാന്നുള്ളത് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് യൂസേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാർ വരെ പേര് കാണിക്കും. അപ്പോൾ ആ യൂസർ ആരാണോ അയാളെ പേര് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ഒരു യൂസറെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ആ ഇൻവെസ്റ്റർ. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ട്സ് ഇവിടെ ആഡ് ചെയ്യാം, സേവ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ആ പ്രൊജക്റ്റിൽ, ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് 1ൽ ഗൂഗിൾ എന്ന കസ്റ്റമർക്ക് സിമെൻറ്റിങ് എന്നുള്ള ടാസ്ക് ഇൻവെസ്റ്റ് ഗ്രോ എന്ന് പറഞ്ഞ യൂസർ, അതായത് ഇതിൽ നമ്മൾ കൊടുത്ത ഒരേ ഒരു യൂസർ, ആ യൂസർ എന്ത് ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട്. അതിന് ബില്ലിംഗ് സ്റ്റാറ്റസ് എന്താ, ബില്ല് ഇട്ടിട്ടില്ല, ബില്ലബിൾ ആണ്. നമ്മൾ ആ പ്രൊജക്റ്റ് സെറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ബില്ലബിൾ എന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ ബില്ലബിൾ എന്നാണ് കൊടുത്തിരുന്നത്. സിമെന്റിങ് ടാസ്കിന് ബില്ലബിൾ ആണ് കേട്ടോ, ബില്ലബിൾ എന്നാണ്. അതായത് ഈ ഒരു കാര്യം സിമെന്റിങ് ചോദിച്ചോട്ടെ, ചിലപ്പോ മറന്നു പോകും ലാസ്റ്റ് ആകുമ്പോൾ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പറയും ഇപ്പൊ ഒരു യൂസറാണല്ലോ ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ എടുക്കുന്ന സോഹോക്ക് ചിലപ്പോൾ 5 യൂസറൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ സ്റ്റാഫുകൾ ചിലപ്പോൾ 25 പേര് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റും. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, യൂസേഴ്സ് എന്നുള്ള ഇവിടെ പോവുക, യൂസർ ആഡ് ചെയ്യുക, ഇവിടെ ആൾക്ക് എന്ത് എത്ര ചെയ്യുക, പേര് ആഡ് ചെയ്യാമോ? ഇപ്പൊ 25 പേരുണ്ടെങ്കിൽ 25 ആഡ് ചെയ്യണോ? ഓ 25 ആഡ് യൂസർ ചെയ്യാം, ഉണ്ടെങ്കിൽ 25. 25 യൂസർ ആഡ് അത് ചെയ്യാം. അത് സോഹോ യൂസറുമായിട്ട് ബന്ധമൊന്നുമില്ലേ? സോഹോയ്ക്ക് 5 യൂസറെ പരമാവധി പറ്റുള്ളൂ 90 അതും റിയാലിന്റെ. മുന്നോട്ട് പോകുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയാണോ? അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അതെ, ആ യൂസർ ആഡ് നമ്മൾ ഈ ചെറിയ ചെയ്യുന്ന ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ് 5 യൂസർ നമുക്ക്, അപ്പൊ എനിക്ക് നമ്മൾ എന്ത് മനസ്സിലായി. ചെയ്യും? നമുക്കിപ്പോ നമ്മൾ ലിമിറ്റ് സ്മോൾ ഉണ്ടാവുന്നല്ലേ, സ്കെയിൽ ബിസിനസ് ആണ്, പക്ഷെ നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, 25, 50, 100 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പല അത്രയും പ്രോജക്റ്റുകളിൽ. യൂസേഴ്സ് വെക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ പ്രീമിയത്തേക്ക് പോകേണ്ടി വരും. ഓക്കെ, അതങ്ങനെ ബേസിക് അവരോട് ബന്ധപ്പെട്ട് സംസാരിക്കും. ബേസിക് പ്ലാനിൽ കിട്ടൂല. അത് ചിലപ്പോൾ സോഹോലൊന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു ഇത്ര ആൾക്കാരാണെന്നൊക്കെ വന്ന് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കൂട്ടിത്തരും. ഇത്ര യൂസർ ഓക്കെ. എടുക്കാനാണെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിത്തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ടൈം ഷീറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റിൽ വന്നു, ഈ പ്രൊജക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടൈം ഷീറ്റിൽ വന്നിട്ടുണ്ടാവും ഇന്ന ആൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. ആൻഡ് ഇതിൻ്റെ ഓവർവ്യൂ നോക്കിയാലും മനസ്സിലാവും. കണ്ടോ, വർക്ക് ഇത്ര 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, 25-ാം തീയതി മാർച്ചിൽ ബില്ലബിൾ ആണ്, ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ബില്ല് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ആൾക്കാരും വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എമൗണ്ട് കണ്ടോ, AED 40 കയറിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂറിന് നമ്മൾ 20 ദിർഹംസ് ആണ് സെറ്റ് ചെയ്തത്. അങ്ങനെ 2 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ പണിയെടുത്തപ്പോൾ 40 ദിർഹംസ് ഈ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് പ്രകാരം ബില്ലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ടൈം ട്രാക്കിംഗ്, പ്രൊജക്ട്സ്, ടൈം ഷീറ്റ്. ഈ 3 സാധനങ്ങൾ ടൈം ട്രാക്കിങ്ങിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക പ്രൊജക്ട് ആൻഡ് ടൈം ഷീറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഈ പ്രൊജക്ട്സ് ടൈം ഷീറ്റ് നമുക്ക് മന്ത്ലി പ്രിന്റ് എടുക്കാൻ പറ്റുമോ? ഓ മന്ത്ലി മന്ത്ലി എടുക്കാം. നമുക്ക് ഒറ്റ പേജിൽ. സമ്മറി എടുത്തിട്ട് പ്രിന്റ് എടുത്താൽ മതി. ഇതിൽ ഓരോന്നിന്റെ സമ്മറി എടുത്തിട്ട് പ്രിന്റിംഗ് ഓപ്ഷൻസ് ഉണ്ടാവും ഇവിടെ. അത് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ലേ അല്ലേ? എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസിൽ എടുത്തിട്ട് എക്സ്പോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഷീറ്റിനെ മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ടൈം ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് അക്കൗണ്ടന്റിൽ കറൻസി അഡ്ജസ്റ്റ്മെന്റ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. കറൻസി അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചൊരു പോയിന്റ് ഓർമ്മ കാണും. അതായത് നമ്മൾ
എനിക്ക് ഓർമ്മ ഉണ്ടാറില്ല, നമ്മൾ IFRS ഡിസ്കസ് ചെയ്ത സമയത്ത് കറൻസിയുമായി ബന്ധപ്പെട്ട് ഫോറക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇയർ എൻഡ് ആവുന്ന സമയത്ത് IFRS ഫോളോ ചെയ്യുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഫോറക്സ് റേറ്റ് അനുസരിച്ച് മോണിറ്ററി അല്ലാത്ത ഐറ്റംസ് അല്ലെങ്കിൽ മോണിറ്ററി ഐറ്റംസിനൊക്കെ എന്ത് ചെയ്യും, വീണ്ടും വാല്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, നമ്മൾ കുറേ മുന്നേ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐറ്റം ആണിത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ് കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് രണ്ട് കറൻസിയിൽ ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ UAE ലുള്ള കമ്പനിയാണ്, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തും കൂടി ബിസിനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്ന് നമ്മുടെ ബേസ് കറൻസി ആയിരിക്കും, മറ്റേത് നമ്മുടെ ഫോറിൻ കറൻസി ആയിരിക്കും. അപ്പോൾ ഈ ഫോറിൻ കറൻസിയിൽ വരുന്ന ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം അല്ലേ. ഫോറക്സ് റേറ്റ് പ്രകാരം നമുക്ക് ഗെയിനോ ലോസോ ഒക്കെ ഉണ്ടാവും. നമ്മൾ അന്ന് പറഞ്ഞതാണ്, ഫോറക്സിൽ ഗെയിൻ ഉണ്ടാവാം, ലോസ് ഉണ്ടാവാം. ആ ഗെയിനെയും ലോസിനെയും നമുക്ക് ബുക്ക് ചെയ്യാം. അക്കൗണ്ട്സിൽ നമ്മൾ ബുക്ക് ചെയ്യേണ്ട ജേണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ നമ്മളന്ന് പഠിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഫോറക്സിൽ ഗെയിനും ലോസൊക്കെ സോഹോ ഓട്ടോമാറ്റിക്കലി ബുക്ക് ചെയ്യുന്ന മെത്തേഡാണെന്ത്, കറൻസി അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ഈ ഒരു ടാബ്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം, ന്യൂ എന്നുള്ള ഈ ഓപ്ഷൻ കൊടുക്കാം. മേക്ക് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു 1 സെക്കൻഡ്, അതിന് മുന്നേ നമുക്ക് സോഹോയിൽ ഏതൊക്കെ കറൻസി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻസിൽ കറൻസീസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു കമ്പനീൻ്റെ ഈ ഒരു സോഹോനകത്ത് ഏതൊക്കെ കറൻസീസ് അവൈലബിൾ ആണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇവിടെ ദിർഹം ഇതാണ് നമ്മുടെ ബേസ് കറൻസി. അതിനുശേഷം ഓസ്ട്രേലിയൻ ഡോളർ ഉണ്ട്, മറ്റ് ഡോളേഴ്സ്, കനഡിയൻ ഡോളേഴ്സ് ഉണ്ട്, യൂറോ ഉണ്ട്, പൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുവിധം കമ്പനികൾ, റിയാൽ ഉണ്ട്. ഓക്കെ, റുപ്പീസ്, ഇന്ത്യൻ റുപ്പി ഉണ്ട്. ഇതാ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ കറൻസി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ കറൻസി ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കറൻസി എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അതാണ് ഒന്ന് അറിയേണ്ടത്. ആൻഡ് രണ്ടാമത്തത്, ഈ കറൻസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. എക്സ്ചേഞ്ച് റേറ്റ് 0 ആയിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടാവുക, ആസ് ഓഫ് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് വ്യൂ എക്സ്ചേഞ്ച് റേറ്റ്സ് എന്നുള്ളൊരു ഈ ഒരു സാധനം കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ആഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഡേറ്റിലാണോ എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഹോയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ആഡ് ചെയ്തു, 12 എന്നുള്ള ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ബേസ് കറൻസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ആയതുകൊണ്ട് കേട്ടോ. 1 സെക്കൻഡ്, എക്സ്ചേഞ്ച് റേറ്റ്, വേറൊരു കറൻസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്, ഡോളർ, ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് കൊടുത്തു 12. അതായത് ബേസ് കറൻസിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഓസ്ട്രേലിയൻ ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, കൊടുത്തത്. ഇപ്പോൾ ബേസ് കറൻസി അതായത് ഒരു ദിർഹത്തിന് $12 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ കൺട്രീൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ആ ഡേറ്റിലുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ബേസിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിലും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, അതായത് അക്കൗണ്ടന്റിൽ കറൻസി അഡ്ജസ്റ്റ്മെന്റ്സിൽ പോയി ന്യൂ കൊടുത്തു. ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറൻസീസ് ചോദിക്കും. ഓക്കെ, ആ കറൻസിയിൽ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയൻ ഡോളർ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വന്നു, 12 വന്നു. ഈ 12 വരാനുള്ള റീസൺ എന്താ, ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കറൻസി അഡ്ജസ്റ്റ്മെന്റ്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യൻ റുപ്പി ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പി എക്സ്ചേഞ്ച് റേറ്റ് 25 കൊടുത്തു. ഓക്കെ, നോട്ട്സ് ഉണ്ട്. ഓക്കെ, ടുഡേസ് ഫോറക്സ്, അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ, ട്രാൻസാക്ഷൻസ് ഒന്നും നമുക്ക് ഈ കറൻസിയിലൊന്നും ട്രാൻസാക്ഷൻസ് ഇല്ലാത്തതാണ്. അതായത് നമ്മൾ ഇന്ത്യൻ കറൻസിയിൽ ഒരു ട്രാൻസാക്ഷനും ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഇന്ത്യൻ കറൻസിയിലും കൂടി ട്രാൻസാക്ഷൻസ് വേണം. നമുക്കൊരു കറൻസിയിൽ ട്രാൻസാക്ഷൻ ഒരു എൻട്രിയും കൂടി ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പർച്ചേസോ സെയിൽസോ എന്ത് ചെയ്യാം, ഇന്ത്യൻ കറൻസിയിലും കൂടി പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കറൻസി അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതാണ് കറൻസി അഡ്ജസ്റ്റ്മെന്റ്സ്. നമുക്ക് അതിലേക്ക് തന്നെ വരാം. നമ്മളൊരു എൻട്രി ഏതെങ്കിലും വേറൊരു കറൻസിയിലും കൂടി ഒരു എൻട്രി അടിക്കണം. നമ്മളൊരു എൻട്രിയിലും വേറെ ഒരു കൺട്രിയിലുള്ള കറൻസിയിൽ നമ്മൾ എൻട്രി അടിച്ചിട്ടില്ല. നമുക്ക് അതിലേക്ക് വരാം. അതൊന്ന്. ഇനി അതല്ലാത്തൊന്ന് ബൾക്ക് അപ്ഡേറ്റ്. ഇതും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ല. ഇതിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് വരാം. ബൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജർ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ സെയിൽസ് മൊത്തം അടിച്ചത് പർച്ചേസ് എന്നുള്ള ലെഡ്ജറിലേക്ക് മാറിപ്പോയി.
അപ്പോൾ കുറേ പർച്ചേസ് ആയി മാറി, അതായത് ഒരു നമ്പർ ഓഫ് പർച്ചേസിലേക്ക് മാറി. അപ്പോൾ കുറേ ലെഡ്ജറിൽ ഇത് മാറ്റം വന്നിട്ടുണ്ടാവും. അങ്ങനെ ബൾക്കായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജറിൽ മാറ്റമൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ബൾക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഈ ബൾക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, ഫിൽട്ടർ ആൻഡ് ബൾക്ക് അപ്ഡേറ്റ് എന്നുള്ള കൊടുത്തു. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം തന്നെ ചോദിക്കുക ഏത് അക്കൗണ്ട് എന്ന് ചോദിക്കും, അതായത് ലെഡ്ജർ. ഓക്കെ, അപ്പോൾ ആ ലെഡ്ജർ ഞാൻ പറയാണ് നമ്മൾ റേനു സാലറി പേബിൾ, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറാണ്, ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, റേനു സാലറി പേബിൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കാം. കോൺടാക്റ്റ് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഏതെങ്കിലും പാർട്ടിൻ്റെ പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യണം, എന്ന് തൊട്ടുള്ള എന്ന് വരെയുള്ളതാണ്. റേനു സാലറി പേബിൾ എന്നുള്ള ലെഡ്ജർ എന്ന് തൊട്ട് എന്ന് വരെയുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ മാർച്ച് 1 തൊട്ട് മാർച്ച് 25 വരെയുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, എമൗണ്ടിൻ്റെ റേഞ്ച് ചോദിക്കുന്നുണ്ട്, എമൗണ്ട് റേഞ്ച് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെഡ്ജറിനെ ഫിൽട്ടർ ചെയ്തെടുക്കണം. മൊത്തം നമ്മളെ സോഹോൻ്റെ അകത്തുള്ള മൊത്തം ലെഡ്ജറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ ലെഡ്ജർ, ഒരു പെർട്ടിക്കുലർ പീരീഡത്തെ ലെഡ്ജർ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിൽട്ടർ ചെയ്തെടുക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് വൈസും ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ 1000 തൊട്ട് 2000 വരെയുള്ളതിൻ്റെ ഇടയിലുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഡേറ്റ് വെച്ച് മാത്രം ഫിൽട്ടർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സെർച്ച് കൊടുത്തു. അപ്പോൾ സെർച്ച് കൊടുത്ത സമയത്ത് കണ്ടോ, ഫിൽട്ടേർഡ് ബേസ്ഡ് ഓൺ അക്കൗണ്ട് നെയിം രേണു സാലറി പേബിൾ മാർച്ച് 1 തൊട്ട് മാർച്ച് 25 വരെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊരു എൻട്രി വന്നു അല്ലേ, ഇത് നമ്മൾ ഇട്ട എൻട്രിയാണ്, ഓർമ്മയുണ്ടോ, നമ്മൾ ഇട്ടതാണ്. രേണു സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു രേണു സാലറി പേബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത ലെഡ്ജറാണ്. ഇപ്പോൾ ഈ ലെഡ്ജറിൽ എനിക്ക് എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. ഓക്കെ, ഈ ലെഡ്ജറിൽ മാറ്റം വരുത്തണം. അപ്പോൾ ഇങ്ങനെ ബൾക്കായിട്ട് നമുക്ക് മാറ്റം വരുത്തേണ്ടി വന്നേക്കാം. കുറേ ലെഡ്ജറിൽ നമുക്ക് തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഇവിടെ വരിക, ആ ലെഡ്ജറിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഫുള്ള് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സോഹോ ചോദിക്കുന്നത് സെലക്ട് ആൻ അക്കൗണ്ട് ടു റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഇൻ ആൾ ദ സെലക്ടഡ് ട്രാൻസാക്ഷൻ. അതായത് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് എന്താണ്, രേണു സാലറി പേബിൾ എന്നുള്ള ലെഡ്ജറിലേക്കാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ലെഡ്ജറിനെ കംപ്ലീറ്റ്ലി ഇനി വേറെ ഏതെങ്കിലും ലെഡ്ജറിലേക്ക് മാറ്റണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിക്കും. അപ്പോൾ ഞാൻ കൊടുക്കണം ന്യൂ അക്കൗണ്ട്. ഇനി അത് എന്തിലേക്ക് പോകണം, ഇനി അത് പ്രീപെയ്ഡ് എക്സ്പെൻസിലേക്ക് പോകണം എന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മളിത് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, രേണു സാലറി പേബിൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് ലെഡ്ജർ മാറും, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജർ മാറി വരും. ഓക്കെ, അപ്പോൾ ബൾക്കായിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ലെഡ്ജറിൽ കുറേ തെറ്റ് ഒരുമിച്ച് വന്നു, അതായത് ഒരു ലെഡ്ജറിൻ്റെ തെറ്റ് കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബൾക്ക് അപ്ഡേറ്റിൽ പോവുക, ആ ലെഡ്ജർ ഫിൽട്ടർ ചെയ്യുക, ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൽ നിന്ന് ന്യൂ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക, റീപ്ലേസ് കൊടുക്കുക. ഈ റീപ്ലേസ് കൊടുക്കുന്നതോടെ എന്തായി, രേണു സാലറി പേബിൾ ഇനി മുതൽ ആ രേണു സാലറി പേബിൾ എന്നുള്ള ലെഡ്ജറിലോടത്തൊക്കെ എന്ത് ലെഡ്ജറാണ് വന്നിട്ടുണ്ടാവുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ള ലെഡ്ജറാണ് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ബൾക്ക് അപ്ഡേറ്റ് നടത്താനുള്ളതാണ് എന്ത്, ഈ ഓപ്ഷൻ ബൾക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമ്മൾ ഓൾമോസ്റ്റ് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഫോറക്സിൻ്റെ ട്രാൻസാക്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പേറോളും കൂടി ഉണ്ടാവും. പേറോൾ വേറെ തന്നെ ആപ്പാണ്, സോഹോ ബുക്സിനകത്തല്ല. സോഹോ പേറോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആപ്പാണ്, നമുക്ക് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പറയാൻ മാത്രം. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന വേറൊരു ഐറ്റം കൂടിയാണ്, നമ്മൾ സെറ്റിങ്സിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സെറ്റിങ്സിനകത്ത് അതിൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഓർഗനൈസേഷൻ്റെ പ്രൊഫൈല് ഇതൊക്കെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞതാണ്. പ്രൊഫൈലിൽ സെറ്റ് ചെയ്യുന്നത്, ബ്രാൻഡിങ്, ഓർഗനൈസേഷൻ്റെ ലോഗോ, അപ്പിയറൻസ് എങ്ങനെ വേണം, കളറ്, ഇതൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് വെറുതെ ഇരുന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും കാര്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ്. ഡൊമൈൻ സെറ്റ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങൾ ഓർഗനൈസേഷൻ്റെ ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നത്. ലൊക്കേഷൻസ് ആഡ് ചെയ്യുന്നത്, ഇത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൊക്കേഷൻസ് ഇതിൽ ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബില്ലടിക്കുന്ന സമയത്ത്, അതുപോലെ ഡെലിവറി ചലാനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ തന്നെ കമ്പനീൻ്റെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തില്ല, വാറ്റ് ഇല്ല. അതായത് വാറ്റിൽ ഒരു എഫക്റ്റും വരില്ല. സ്റ്റോക്ക് ട്രാൻസ്ഫർ ഇൻ ബിറ്റ്വീൻ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷനിൽ വാറ്റ് എന്തില്ല, അപ്ലിക്കബിൾ അല്ല. അപ്പോൾ അത് നമ്മൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്കാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ സോഹോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ബ്രാഞ്ചും ലൊക്കേഷനായിട്ട് ആഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ സോഹോ കാണുന്ന എന്താ, പുറത്തേക്ക് ഒരാൾക്ക് സെയിൽ ചെയ്യുന്ന പോലെയാണ് കാണുക. അപ്പോൾ അവിടെ വാറ്റിൻ്റെ കാര്യം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പനിയിലുള്ള ബ്രാഞ്ചുകൾ ലൊക്കേഷൻസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രിപ്ഷൻ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, സോഹോൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണ്.
കൂട്ടണോ കുറക്കണോ എന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ, പ്രീമിയത്തിലേക്കും എലൈറ്റിലേക്കൊക്കെ പോകുന്നു, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ ബാക്കിയുള്ളത് ഒന്ന് അപ്പോൾ ഈ സൈഡ് നമ്മൾ പറഞ്ഞതാട്ടോ, അതായത് പ്രൊഫൈൽ ഇത് നമ്മൾ കംപ്ലീറ്റ് പറഞ്ഞാണ്. യൂസർ ആൻഡ് റോൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞാണ്. ടാക്സസ് ആൻഡ് കംപ്ലൈൻസ്, ടാക്സസ് ആൻഡ് കംപ്ലൈൻസിലുള്ളത് ഒന്ന് ആദ്യം നമ്മുടെ ടാക്സ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അതിൽ നമ്മൾ വാറ്റ് രജിസ്റ്റേർഡ് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുക. അതുപോലെ നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളത്. GCCക്ക് പുറത്ത് സെലക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ളത്. വാറ്റ് രജിസ്റ്റേർഡ് എന്നാണ് ഡേറ്റ്, എന്നാണ് നമ്മുടെ ഫസ്റ്റ് ടാക്സ് റിട്ടേൺ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ടാക്സ് സെറ്റിങ്സ്. ടാക്സ് സെറ്റിങ്സിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതിലൊന്ന് ടാക്സ് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ടാക്സ് പ്രിഫറൻസിൽ പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് ചോദിക്കും. പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറ്റിലുള്ളൊരു സ്കീമാണ്, വാറ്റിൻ്റെ റിട്ടേണിലുള്ള ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാറ്റ് എന്തിനാണ് കൊടുക്കുക, നമ്മൾ വാറ്റ് കൊടുക്കുക നമ്മുടെ സെയിൽ വാല്യൂമിലാണ് കൊടുക്കുക അല്ലേ. നമ്മളിപ്പോൾ ഒരു 100 രൂപേൻ്റെ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, 100 × 5% വാറ്റ് എന്ന് പറഞ്ഞിട്ട് 105 രൂപക്ക് കൊടുക്കും. അതായത് ആ 100 രൂപ നമ്മളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറ്റ് കൊടുക്കുന്നത്. ആ സെല്ലിംഗ് പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറ്റ് കൊടുക്കുന്നത്. ഇതല്ലാതെയും വാറ്റ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, വാറ്റിൽ പഠിക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ പറയാമെന്ന് മാത്രം. ഓക്കെ, പ്രോഫിറ്റ് മാർജിൻ സ്കീം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സെല്ലിംഗ് പ്രൈസുമ്പോൾ വാറ്റ് കൊടുക്കണ്ട, പകരം നിങ്ങൾ എന്തുമ്പോൾ കൊടുത്താൽ മതി, പ്രോഫിറ്റുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, പക്ഷെ ഞാൻ ആ സാധനം വാങ്ങിയത് 50 രൂപക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, 50 ആണ് അല്ലേ. 50 രൂപക്ക് കോസ്റ്റ്, 100 രൂപ സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 രൂപ. വാറ്റ് ഞാൻ എന്തുമ്പോൾ കൊടുത്താൽ മതി, ഈ 50 കൊടുത്താൽ മതി. നോർമലി നമ്മൾ വാറ്റ് എന്തുമിലാണ് കൊടുക്കുക, എത്ര രൂപയാണോ നമ്മുടെ സെല്ലിംഗ് വാല്യൂ, ആ സെല്ലിംഗ് വാല്യൂമിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വാറ്റ് കൊടുക്കുക അല്ലേ. 100 രൂപക്ക് സാധനം വിറ്റ് കഴിഞ്ഞാൽ 100ൻ്റെ 5% നമ്മൾ എന്ത് ചെയ്യുക, വാറ്റ് കൊടുക്കുക. പകരം പ്രോഫിറ്റ് മാർജിൻ സ്കീം പറയുന്നത് എന്താ, നിങ്ങൾ സെല്ലിംഗ് പ്രൈസുമേ അല്ലെങ്കിൽ സെല്ലിംഗ് വാല്യൂമേ വാറ്റ് കൊടുക്കണ്ട, അപ്പോൾ അതിന് എന്തുമ്പോൾ കൊടുത്താൽ മതി, നിങ്ങളുടെ പ്രോഫിറ്റുമ്പോൾ കൊടുത്താൽ മതി. ഇതാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം. പക്ഷേ ഈ സ്കീം എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കമ്പനിക്കും എടുക്കാൻ പറ്റില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, ചില കമ്പനികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോഫിറ്റ് മാർജിൻ സ്കീം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ വാറ്റിൽ പഠിക്കും, ഏത് കമ്പനിക്ക് ആ പ്രോഫിറ്റ് മാർജിൻ സ്കീം യൂസ് ചെയ്യാൻ പറ്റുക, എന്തിനാണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനാബിൾ ചെയ്യാൻ സോഹോയിലുള്ള ഓപ്ഷനാണെന്ത്, പ്രോഫിറ്റ് മാർജിൻ സ്കീം. ഇതിവിടെ എനാബിൾ കൊടുക്കുക. ഓക്കെ, പിന്നെ വേറെ ഉള്ളത് ടാക്സിൻ്റെ റേറ്റ് ആണ്. റേറ്റ് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് റേറ്റ്. UAE ആയതുകൊണ്ടാണ് UAEൻ്റെ 5%ഉം 0%ഉം കാണുന്നത്. സൗദി ആകുമ്പോൾ ഇവിടെ 15%ഉം 0%ഉം ഉണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ ടാക്സ് ആഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും റേറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഇമാറ ടാക്സ് പോർട്ടൽ കണക്ട് ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു. നമുക്ക് വാറ്റിൻ്റെ പേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്തിന് അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, ഇമാറ ടാക്സ് പോർട്ടലുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളെ സോഹോയും ടാക്സ് പോർട്ടലും തമ്മിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇമാറ ടാക്സ് പോർട്ടലും കണക്ട് ചെയ്യാം, സക്കയും കണക്ട് ചെയ്യാം. അതായത് സൗദിയിലെ സക്കയും കണക്ട് ചെയ്യാം, നമ്മുടെ UAEയിലെ ഇമാറ ടാക്സ് പോർട്ടലും നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, വാറ്റിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് എത്തിയിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഇമാറ ടാക്സ് പോർട്ടലിനകത്ത് അതെന്ത് ചെയ്യും, ഫെച്ച് ആവും, ആ ഡാറ്റ അവിടെ ഫെച്ച് ആവും. പിന്നെ നമ്മൾ ഫയലിങ്ങിലേക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, അതിനുള്ള ഓപ്ഷനാണ് ഇത്. പിന്നെ അതിന് താഴെ കോർപ്പറേറ്റ് ടാക്സ് കാണാൻ പറ്റും. കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ടാക്സും സെറ്റ് ചെയ്യാം. അതായത് UAEയിലുള്ള എല്ലാ ടാക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെറ്റ് ചെയ്യാം. സൗദിയിലുള്ള എല്ലാ ടാക്സും അതും സെറ്റ് ചെയ്യാം. ഓക്കെ, കോർപ്പറേറ്റ് ടാക്സ് ഞാൻ ഒന്നും സെറ്റ് ചെയ്തില്ല. സെറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൻ്റെ നമ്പർ ചോദിക്കും, അതുപോലെ ഏത് ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ് കോർപ്പറേറ്റ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചോദിക്കും. ടാക്സിൻ്റെ റേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ടാവും 9% എന്നുള്ളത്. അത് ഏത് ലെഡ്ജറിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് ചോദിക്കും, അത് ഏത് ലെഡ്ജറുമായിട്ടാണ് ഓഫ്സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പിന്നെ ഏതൊക്കെ എക്സ്പെൻസുകളാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇൻകം ലെഡ്ജറുകളാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കോർപ്പറേറ്റ് ടാക്സിൽ ആഡ് ബാക്ക് ചെയ്യുന്നതും കുറച്ച് കാര്യങ്ങൾ ഡിഡക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്, അത് കോർപ്പറേറ്റ് ടാക്സിൻ്റെ സൈഡാണ്. അത് ഇവിടെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്കാം. അതുകൊണ്ടുള്ള ഗുണം എന്താ, സോഹോ തന്നെ എന്ത് ചെയ്ത് തരും, കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ് വരിക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് തരും. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇത്രയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ സോഹോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഏകദേശം ഒരു കോർപ്പറേറ്റ് ടാക്സ് എത്ര വരും എന്നുള്ളത് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ളതാണ് കോർപ്പറേറ്റ് ടാക്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടാക്സസിൽ ഉണ്ടാവുക.
പിന്നെ ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വെൻഡർ പോർട്ടൽ, കസ്റ്റം പോർട്ടലൊക്കെ. ഈ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്യൽ ഇവിടെ കേട്ടോ. ഓപ്പണിംഗ് ബാലൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്യാൻ അവിടെ പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇവിടെയാണ്, ഓട്ടോമേഷനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഹോക്കുള്ളൊരു വേറൊരു പ്രത്യേകതയാണ്. ചില ബിസിനസ് ഓപ്പറേഷൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു സെയിൽസ്, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു 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 ഇൻവോയ്സ് അടിച്ച് ഒരു 3 ദിവസമായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമറെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ പോകണം. അതായത് ഇൻവോയ്സ് കിട്ടിയിട്ടില്ല, ഇനി വേണ്ട, നിങ്ങളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നിങ്ങളത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, നിങ്ങളൊരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്റ്റുഡൻറ്റിന് ഒരു പെർട്ടിക്കുലർ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ആയി കഴിഞ്ഞാൽ, ഫീസ് അടക്കേണ്ട ഒരു ഡ്യൂ ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡൻറ്റിൻ്റെ മെയിൽ ഐ ഡിക്ക് പോകണം, എന്ത്, ഫീസ് അടക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എന്നുള്ളൊരു റിമൈൻഡർ പോകണം. ഇതൊരു ഓട്ടോമാറ്റിക് പ്രൊസീജിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വർക്കായിട്ട് എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അല്ലേ. മന്ത്ലി എന്ത് ചെയ്യുക, ഈ പെർട്ടിക്കുലർ ടൈം ആവുന്ന സമയത്ത് പോവാം. ഇത് നമുക്ക് പല ആവശ്യത്തിനും പല സമയത്തും ആവശ്യം വരും. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ റെഗുലർലി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുക, ഓട്ടോമേഷനിൽ വർക്ക് ഫ്ലോ റൂൾസ് എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ റൈറ്റ് കോർണറിൽ ന്യൂ വർക്ക് ഫ്ലോ റൂൾ എന്നുണ്ടാവും, ഇവിടെ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് എന്താണ് വർക്ക് ഫ്ലോൻ്റെ പേര്, നമ്മൾ എന്ത് വർക്ക് ഫ്ലോ ആണ് പുതിയ സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സെറ്റ് റിമൈൻഡർ ടു ഫീസ്, സെറ്റ് റിമൈൻഡർ എന്ന് വേണ്ട, റിമൈൻഡർ ടു ഫീസ്. ഓക്കെ, റിമൈൻഡർ ടു ഫീസ്, ഇതാണ് എൻ്റെ വർക്ക് ഫ്ലോൻ്റെ പേര്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. എന്താണ് ഡിസ്ക്രിപ്ഷൻ? മൊഡ്യൂൾ ചോദിക്കും. മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമൈൻഡർ ഏത് അക്കൗണ്ട് അല്ലെങ്കിൽ ഏത് ലെഡ്ജറുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏത് ലെഡ്ജറുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പം ഞാനിപ്പോൾ പല ലെഡ്ജറും കൂടെ കാണാൻ പറ്റും. സെയിൽസ് റിലേറ്റഡ് കാര്യങ്ങൾ, പർച്ചേസ് റിലേറ്റഡ് കാര്യങ്ങൾ, ടൈം ട്രാക്കിങ്, കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട് ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് തന്നെ വെക്കാം. ഓക്കെ, സെയിൽസിൻ്റെ ഇൻവോയ്സ് വെക്കാം. ഇൻവോയ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല മൊഡ്യൂൾ വെക്കുമ്പോഴും പല രീതിയിലാട്ടോ ചോദിക്കുക. ഞാൻ ഇൻവോയ്സ് മൊഡ്യൂൾ എന്നാണ് എടുത്തത്. ഇൻവോയ്സ് മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആദ്യം ചോദിക്കും ഇത് ഏതൊക്കെ ഇൻവോയ്സിന് വേണം, ഓൾ ടൈപ്പ് ഓഫ് ഇൻവോയ്സിന് വേണോ അതോ സ്പെസിഫിക് ഇൻവോയ്സുകൾക്കാണോ വേണ്ടത്. ഞാൻ ഓൾ ഇൻവോയ്സിന് കൊടുത്തു. ഓക്കെ, ഓൾ ഇൻവോയ്സ് കൊടുത്തു, നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഇനി റിമൈൻഡർ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വർക്ക് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ആദ്യം നമ്മളോട് ചോദിക്കും വർക്ക് ഫ്ലോ എന്ത് ടൈപ്പ് ആവണം, ഇവൻറ്റ് ബേസ്ഡ് ആണോ ഡേറ്റ് ബേസ്ഡ് ആവണോ. അതായത് ഒരു ഇവൻറ്റ് ആപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവൻറ്റ് നടക്കുക, ആ ഇന്ന ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇന്ന സാധനം ട്രിഗർ ആവണം, അത് ട്രിഗർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിമൈൻഡർ പോകണം. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബില്ലടിച്ചു. ഓക്കെ, ഒരു ബില്ലടിച്ചു, ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് അടിച്ച് 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഇന്ന കസ്റ്റമർക്ക്, ഏതാണോ കസ്റ്റമർ ആ കസ്റ്റമർക്ക് എന്ത് ചെയ്യണം, മെയിൽ പോകണം. ഇതാണ് നമ്മുടെ ആപ്ഷൻ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഇൻവോയ്സ് അടിക്കുക എന്നുള്ളത് ഒരു ട്രിഗറിങ് പോയിന്റ് ആണ് അല്ലേ. സോഹോനകത്ത് ഞാൻ എന്ത് ചെയ്യുക, അക്കൗണ്ടന്റ് ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രിഗറിങ് പോയിന്റ് ആണ്. അങ്ങനെ ഒരു സാധനം ട്രിഗർ ആയി കഴിഞ്ഞാൽ സോഹോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഹോ എന്ത് ചെയ്യണം, ആ കസ്റ്റമർക്ക് നേരെ ഇമെയിൽ അയച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ വർക്ക് ഫ്ലോ ഞാൻ ഓട്ടോമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഫ്ലോ ടൈപ്പ് 2 ടൈപ്പ് ചോദിക്കും. ഇവന്റ് ബേസ്ഡ് ആണോ ഡേറ്റ് ബേസ്ഡ് ആണോ. ഇവന്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇവന്റ് ആണ്. ആ ഇവന്റിനനുസരിച്ചാണോ നിങ്ങൾക്ക് വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്, അല്ല ഡേറ്റ് വൈസ് ആണോ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിലേക്കാണോ. അപ്പം ഞാൻ ഡേറ്റ് ബേസ്ഡ് സെറ്റ് ചെയ്തു. ഓക്കെ, ഡേറ്റ് വൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ ചോദിക്കും. ഓക്കെ, ഞാൻ 3 days കൊടുത്തു. അതായത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് മനസ്സിലായോ, മൊഡ്യൂൾ ഇൻവോയ്സ് ആണ്. അപ്പോൾ ഇൻവോയ്സ് സെറ്റ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, 3 days, പിന്നെ ഇവിടെ ചോദിക്കും 3 days ബിഫോർ ആണോ ആഫ്റ്റർ ആണോ. ആഫ്റ്റർ 3 ദിവസത്തിന് ശേഷം എന്താ ചെയ്യുന്നത്, ഇൻവോയ്സ് ഡേറ്റിൻ്റെ. ഓക്കെ, 3 days ആഫ്റ്റർ ഇൻവോയ്സ് ഡേറ്റ്. എക്സിക്യൂഷൻ ടൈം ചോദിക്കും, എപ്പോഴാണ് എക്സിക്യൂട്ടഡ് ആവേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് രാവിലെ 9 മണിക്കാണ് വിചാരിച്ചോ, 9 മണി, ടൈം 9:00 9 മണി. ഓർഗനൈസേഷൻ്റെ ടൈമാണോ കസ്റ്റമറുടെ ടൈമാണോ ചോദിക്കും. അതായത് നമ്മളെ ടൈം സോൺ അനുസരിച്ചാണോ അതോ നമ്മൾ ഇത് അയച്ചു കൊടുക്കാൻ പോകുന്ന ആളുടെ ടൈം സോൺ അനുസരിച്ചാണോ. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്തു, ഓർഗനൈസേഷൻ ടൈം സോൺ വെച്ചു. എക്സിക്യൂഷൻ്റെ സൈക്കിൾ ചോദിക്കും, എത്ര വട്ടം ഇത് ചെയ്യണം, എല്ലാ ദിവസവും ഇത് അയച്ചുകൊണ്ട് ഇരിക്കണോ അതോ അല്ല വൺസ് അയച്ചാൽ മതിയോ,
അതോ വീക്ക്ലി അയച്ചു കൊടുക്കണോ അതോ മന്ത്ലി അയച്ചു കൊടുക്കണോ എന്ന് ചോദിച്ചു. ഞാൻ വൺസ് സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇൻവോയ്സ് അടിക്കുന്ന മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 3 ദിവസത്തിന് ശേഷം ഇൻവോയ്സ് ദ വർക്ക് ഫ്ലോ വിൽ, ഇതിവിടെ കാണാൻ പറ്റും, ദിസ് വർക്ക് ഫ്ലോ റൂൾ വിൽ ബി എക്സിക്യൂട്ടഡ് 3 days ആഫ്റ്റർ ദ ഇൻവോയ്സ് ഡേറ്റ്. നിങ്ങൾ സോഹോയിൽ ഇനി ഒരു ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് പരിപാടിയാണോ സോഹോനോട് പറയുന്നത് ആ പരിപാടി എന്ത് ചെയ്യും, സോഹോ ചെയ്യും. അതായത് 3 ദിവസം കഴിഞ്ഞ് ഇൻവോയ്സ് അടിച്ച് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഹോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ സാധനം ചെയ്തോളും, നമ്മളൊന്നും നോക്കണ്ട. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പരിപാടി എന്നുള്ളത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് ക്രൈറ്റീരിയ ചോദിക്കും, ന്യൂ ക്രൈറ്റീരിയ എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ ക്രൈറ്റീരിയസ് ഒക്കെ ആഡ് ചെയ്യാം, ഓരോരോ ക്രൈറ്റീരിയ. ഇപ്പോൾ ഇൻവോയ്സ് അടിച്ച് 3-ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം. പേയ്മെൻറ്റ് ഇത്രയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ക്രൈറ്റീരിയ, അതായത് പേയ്മെൻറ്റ് ഇത്ര അല്ല എന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇതിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് അയച്ചു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമ്മൾ എന്താ സെറ്റ് ചെയ്തത്, ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യണം. ഇൻവോയ്സ് അടിച്ചു, ഒരു കസ്റ്റമർക്ക് ഞാൻ ഇൻവോയ്സ് അടിച്ചു. ഇൻവോയ്സ് അടിച്ച 3-ാമത്തെ ദിവസം സോഹോ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യണം. ഇതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയ കുറേ ക്രൈറ്റീരിയാസും കൂടി കൊടുക്കാം. ഇൻവോയ്സ് അടിച്ചാൽ മാത്രം പോരാ, ആ ഇൻവോയ്സിൻ്റെ പേയ്മെൻറ്റ് ടേംസ് ഇതാവണം. അതായത് പേയ്മെൻറ്റ് ടേംസ് ഇന്ന പേയ്മെൻറ്റ് ടേംസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമായാൽ മതി. അല്ല പേയ്മെൻറ്റ് ടേംസ് ഇതല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോരോ പുതിയ പുതിയ ക്രൈറ്റീരിയാസ് ഇവിടെ കൊടുക്കാം. കണ്ടോ, ഒരുപാട് ക്രൈറ്റീരിയാസ് കൊടുക്കാണ്ട്. ഡിസ്കൗണ്ട് ഇത്ര ശതമാനമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ട്രിഗർ ആയാൽ മതി, അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് ഇത്ര മാത്രമായെന്ന് ട്രിഗർ ആയാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രൈറ്റീരിയാസ് പുതിയ പുതിയ ക്രൈറ്റീരിയാസ് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഇനി അടുത്ത ക്രൈറ്റീരിയ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്രൈറ്റീരിയ ആഡ് ചെയ്യാം. അത് നമ്മൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എക്സലിനകത്തൊക്കെ ഈഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സലിനകത്ത്. ഈഫ് ദിസ് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എക്സൽ എന്ത് ചെയ്യണം, ഇന്ന പരിപാടി ചെയ്യണം എന്ന് നമ്മൾ വർക്ക് ചെയ്യും. അതേപോലെ തന്നെയാണിത്. അപ്പോൾ അതിന് ക്രൈറ്റീരിയ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആഡ് ക്രൈറ്റീരിയ ഫോർ ദിസ് വർക്ക് ഫ്ലോ നോ കൊടുക്കണം, പുതിയ ക്രൈറ്റീരിയ ഒന്നും വേണ്ട. ഓക്കെ, ഡൺ കൊടുത്തു. അങ്ങനെയാണെന്നുള്ള എന്താ സംഭവിക്കും നോക്ക്, ഇൻവോയ്സ് അടിച്ചു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇത് ഒരു വട്ടം എക്സിക്യൂട്ടഡ് ആവും, എക്സിക്യൂട്ടഡ് വൺസ്, കാരണം നമ്മൾ വൺസ് ആണ് സെലക്ട് ചെയ്തത്. ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വർക്ക് ഫ്ലോ എന്ത് ചെയ്യും, വൺസ് എന്ത് ചെയ്യും, വർക്കൗട്ട് ആവും. ഓക്കെ, അതിന് അഡീഷണൽ ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ, അഡീഷണൽ ക്രൈറ്റീരിയ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ദിസ് വർക്ക് ഫ്ലോ വിൽ റൂൾ എക്സിക്യൂട്ടഡ് ഫോർ ഓൾ ദി ഇൻവോയ്സ്. ഏത് ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ഏത് ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാലും 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന പരിപാടികൾ ചെയ്യും. ട്രൂ, ഈ സാധനം ഇത് രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 2 സാധനങ്ങൾ ചെയ്യും. അതിലേതാ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ സെലക്ട് ചെയ്തു. ഇമ്മീഡിയറ്റ് ആക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇമെയിൽ അലർട്ട്, വി ബുക്സ്, കസ്റ്റം ഫംഗ്ഷൻ, ഫീൽഡ് അപ്ഡേറ്റ്സ്, ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻസ്. നമ്മൾ ഇമെയിൽ അലർട്ട് സെലക്ട് ചെയ്യാം. ഇമെയിൽ അലർട്ട് സെലക്ട് ചെയ്തു. ഇമെയിലിൻ്റെ നമ്പർ ഇവിടെ ചോദിക്കും, ഏത് ഇമെയിൽ ആണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഒരു ഇമെയിലും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആഡ് ന്യൂ ഇമെയിൽ അലർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഇമെയിൽ ആർക്കാണ്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളെ കസ്റ്റമർ ബെൻസ് എന്നാണ്. ഓക്കെ, ബെൻസ് എന്നാണ് ഈ ആളുടെ ഇമെയിലിൻ്റെ റെസിപ്റ്റ്സ് ഉണ്ടാവും. ഓക്കെ, ആർക്കൊക്കെ പോകണം എന്നുള്ളത്, ക്രിയേറ്റഡ് ബൈ ഇമെയിൽ റെസിപ്റ്റ്സ്, ഏതൊക്കെ ആൾക്കാർക്ക് ഇമെയിൽ കൊടുക്കണം എന്നുള്ളത്, സെയിൽസ് ബൈ ഏതൊക്കെ ഇമെയിലാണ്, ഇമെയിൽ അറ്റാച്ച് ചെയ്യുന്നതാണിത്. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഇമെയിൽ അലേർട്ട് ആർക്കൊക്കെ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും ആഡ് ന്യൂ ഇമെയിൽ അലേർട്ട് ആർക്കൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത്. അത് അസോസിയേറ്റ്, നമ്മളിവിടെ അസോസിയേറ്റ് ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്താ സംഭവിക്കുക, അതിനുശേഷം ഒരു ഇൻവോയ്സ് അടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നമ്മൾ ഏത് ഇൻവോയ്സ് ഏത് ഇമെയിലുകളൊക്കെയാണ് നമ്മളവിടെ അസോസിയേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആ ഇമെയിലിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ ഇൻവോയ്സ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പോകും, റിമൈൻഡർ ആയിട്ട് പോകും, ഈ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലാതെ ടൈം ബേസ്ഡും ആക്ഷൻസ് സെറ്റ് ചെയ്യാം. അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കൊടുക്കുക, എക്സിക്യൂഷൻ ടൈം നിങ്ങൾക്ക് പിന്നെയും കൂട്ടാം. ഇങ്ങനെ ഇത്ര ടൈം കഴിഞ്ഞതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ സാധനം വർക്കൗട്ട് ആവുള്ളൂ, അതായത് ഈ വർക്ക് ഫ്ലോ വർക്കൗട്ട് ആവുള്ളൂ. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വീണ്ടും ടൈം എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അങ്ങനെ അത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇമെയിൽ അലേർട്ട് കൊടുക്കാം, കസ്റ്റം ഫംഗ്ഷൻസ് ഉണ്ട്, ഫീൽഡ് അപ്ഡേറ്റ് ഉണ്ട്, ഇൻ ആപ്പ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോഹോനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് വർക്ക് ഫ്ലോ. ഇത് ഇങ്ങനെ വളരെ
ഇതായി പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റും, കുറേ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പുതിയ പുതിയ വർക്ക് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ മൊഡ്യൂൾ എടുത്ത സമയത്ത് ഇൻവോയ്സ് മാത്രം എടുത്ത്, ഇനി ഒരുപാട് മൊഡ്യൂളുകളുണ്ട്. എക്സ്പെൻസിൻ്റെ മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ റെക്കറിംഗ് ബില്ലിൻ്റെ മൊഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ മൊഡ്യൂളാണ് വിചാരിച്ചോ, പ്രൊജക്റ്റിന് മൊഡ്യൂള് നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സോഹോൻ്റെ അകത്ത് വന്നിട്ട് പുതിയ പ്രൊജക്റ്റ് ആഡ് ചെയ്യും. എവിടെ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യും. അങ്ങനെ ആ പ്രൊജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഓണർ മെയിൽ ഐ ഡിയിലേക്ക് ആ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോകണം. ഓക്കെ, അല്ലെങ്കിൽ മന്ത്ലി എന്ത് ചെയ്യണം, ഓരോ പ്രൊജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, മന്ത്ലി നമ്മുടെ ഓണർ മെയിൽ ഐ ഡിയിലേക്ക് പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മന്ത്ലി പോകണം, PDF ആയിട്ട് ഇങ്ങനെ പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ, ഈ പ്രൊജക്റ്റ് റിലേറ്റഡ് ഒരു പുതിയ വർക്ക് ഫ്ലോ അവിടെ ഓട്ടോമേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാസവും എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഓണർ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് ഓട്ടോമേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ. വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുന്ന ഓട്ടോമേഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പല ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമ്പനിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് വർക്ക് ഫ്ലോ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്ക് ഓരോ പരിപാടികൾ ഇതിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ പരിപാടി അങ്ങനെ അങ്ങനെ പോയിക്കോളും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഓരോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുമ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും, പുതിയ പുതിയ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഓട്ടോമേഷൻ റിലേറ്റഡ് കാര്യം. പിന്നെ ഇതിന് താഴെയുള്ളത് ജനറൽ സെറ്റിങ്സുകളാണ്. ഓക്കെ, ഇപ്പോൾ ഐറ്റംസ് റിലേറ്റഡ് സെറ്റിങ്സ്, കസ്റ്റമർ ആൻഡ് വെൻഡേഴ്സ്. ഇപ്പോൾ ജസ്റ്റ് കസ്റ്റമർ ആൻഡ് വെൻഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെണ്ടർക്ക് എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളതൊക്കെ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ജനറലി എന്തൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ളത്, ജനറൽ കസ്റ്റമർ റിലേറ്റഡ് എന്തൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഓരോന്നോരോന്നും എടുത്താൽ മനസ്സിലാവും. കസ്റ്റം ബട്ടൺസ് ആഡ് ചെയ്യാനുള്ളതുണ്ട്, റിലേറ്റഡ് ലിസ്റ്റ്, കസ്റ്റം ഫീൽഡിൽ, ഇതൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് ആണ്. ഇപ്പോൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കാണ്. സ്റ്റോക്ക് റിലേറ്റഡ് എന്തൊക്കെ സെറ്റിങ്സിൽ ചെയ്യാൻ നോക്കൂ. സ്റ്റോക്ക് റിലേറ്റഡ് അലോ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം നെയിംസ് അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം നെയിം ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരേ പേരിൽ 2 സ്റ്റോക്ക് ഐറ്റം ആഡ് ചെയ്യാൻ നമുക്കിത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. പ്രൈസ് ലിസ്റ്റ് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോക്കിന് എന്ത് ചെയ്യും, പ്രൈസ് ലിസ്റ്റ് സെപ്പറേറ്റ് വരും. ഓക്കെ, ഇൻവെൻട്രി ട്രാക്കിംഗ് ഇത് നമ്മൾ ഓൾറെഡി ടിക്ക് ഇട്ടതാണ്. ഓക്കെ, ഇൻവെൻട്രി ട്രാക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇൻവെൻട്രി പോകുന്നതും വരുന്നതും എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യും. ഓക്കെ, പിന്നെ പ്രിവെൻറ്റ് സ്റ്റോക്ക് ഫ്രം ഗോയിങ് ബിലോ 0 ഇത് നമ്മൾ ടിക്ക് ഇട്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവും. കാരണം എന്താ, നമ്മുടെ കമ്പനി -5 നമ്മുടെ സ്റ്റോക്ക് എടുക്കുന്നത്. കാരണം നമ്മൾ പർച്ചേസ് അടിക്കാതെ നേരെ സെയിൽസിൻ്റെ എൻട്രി അടിച്ചത് ഈ സോഹോയിൽ ഇട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ, സ്റ്റോക്ക് മൈനസിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ടിക്ക് ഇരുന്നു എന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സോഹോ എന്ത് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ 0ൻ്റെ താഴെ സ്റ്റോക്ക് പോകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒക്കെ ഓരോന്നോരോന്ന് അങ്ങനെ ടിക്ക് ചെയ്യാനുള്ളതാണ്. ട്രാക്ക് ലാൻഡഡ് കോസ്റ്റ് ഓൺ ഐറ്റംസ്. ലാൻഡഡ് കോസ്റ്റ് എന്ന് അറിയില്ല, ലാൻഡിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്മളെ കമ്പനിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ലാസ്റ്റ് കോസ്റ്റ് വരെ കഴിഞ്ഞതിന് ശേഷമുള്ള കോസ്റ്റാണ് എന്ത്, ലാൻഡിങ് കോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഒരു സാധനം ഇറക്കുന്നുണ്ട് വിചാരിച്ചോ, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരെ എന്താണ്, അതിൻ്റെ ലാൻഡിങ് കോസ്റ്റാണ്. ആ പ്രൊഡക്റ്റ് നിങ്ങളെ കമ്പനിയിൽ എത്താൻ വേണ്ടി വരുന്ന കോസ്റ്റിൻ്റെ ഒരു ഭാഗമാണെന്ത്, ആ പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി വരെ. അപ്പോൾ അതാണ് ലാൻഡിങ് കോസ്റ്റ്. അങ്ങനെ ലാൻഡിങ് കോസ്റ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ട്രാക്ക് ലാൻഡഡ് കോസ്റ്റ് ഓൺ ഐറ്റംസ് എന്നുള്ളത് ടിക്ക് ഇടുക. അങ്ങനെ പിന്നെ അതുപോലെ നോട്ടിഫൈ മീ ഇഫ് ആൻ ഐറ്റം ക്വാണ്ടിറ്റി റീച്ചസ് റീഓർഡർ പോയിന്റ്. ഇത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഇത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതൊക്കെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് എല്ലാ കമ്പനിയും എന്ത് ചെയ്യില്ല, എല്ലാ സ്റ്റോക്കും കുറേ വാങ്ങി വെക്കൂല. അവരെന്ത് ചെയ്യും, ആവശ്യത്തിനനുസരിച്ചേ വാങ്ങുള്ളൂ അല്ലേ. ആ ആവശ്യത്തിന് നമ്മൾ കാണുന്ന കോസ്റ്റിങ്ങിൽ അതിന് നമ്മൾ പറയുന്ന ഒരു പരിപാടിയാണ് റീഓർഡർ ലെവൽ. എപ്പോഴാണ് ഈ സ്റ്റോക്ക് വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റീഓർഡർ ലെവൽ. അതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്, റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ബൈ അങ്ങനെ പറഞ്ഞിട്ട് സ്ക്വയർ റൂട്ടൊക്കെ എടുത്തിട്ട് ഒരു ഇക്വേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ട്. ഓക്കെ, റീഓർഡർ ലെവൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത്. സ്ക്വയർ റൂട്ടൊക്കെ എടുത്തിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റീഓർഡർ ലെവൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക, ഓരോ സ്റ്റോക്കിൻ്റെയും റീഓർഡർ ലെവൽ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് റീഓർഡർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ
സോഹോ എന്ത് ചെയ്യും, നമ്മളോട് പറയും, നോട്ടിഫൈ ചെയ്യും, എന്ത്, ഇന്ന സാധനം പ്രീ ഓർഡർ ലെവൽ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്തോളൂ, അത് വീണ്ടും സ്റ്റോക്ക് പർച്ചേസ് ചെയ്തോളൂ, കാരണം അത് പ്രീ ഓർഡർ ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോട്ടിഫൈ ചെയ്യാനുള്ളതാണ് എന്ത്, ടിക്കറ്റ്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ആദ്യമേ പോയിട്ട് നമ്മൾ റീ ഓർഡർ ലെവൽ എത്രയെന്നുള്ളതൊക്കെ സോഹോനോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ എന്തേ ഉള്ളൂ, നോട്ടിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ളതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഐറ്റം വൈസും ഓരോ സാധനങ്ങൾ നമുക്ക് അഡീഷണലി ആഡ് ചെയ്യാനും ഒഴിവാക്കാനൊക്കെ സെറ്റിങ്സിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇനി റവന്യൂ റെക്കഗ്നൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, റവന്യൂ റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക അക്രൂവൽ ബേസിസിലാണ് അല്ലേ. അക്രൂവൽ ബേസിസിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടി വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന, റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കിട്ടോ, ഇൻകം റെക്കഗ്നൈസ് ചെയ്യുന്നത് പ്രൊജക്റ്റ് വൈസ്, അതും പേഴ്സൻറ്റേജ് വൈസ് റെക്കഗ്നൈസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പേഴ്സൻറ്റേജ് വൈസ്, അതായത് ഇപ്പോൾ നിങ്ങളൊരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കി, ഓക്കെ, ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ ഇൻകം നമ്മുടെ കമ്പനീൻ്റെ അക്കൗണ്ട്സിലേക്ക് റെക്കഗ്നൈസ് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കി നമുക്ക് ആദ്യം എന്ത് ചെയ്തു, അഡ്വാൻസ് എമൗണ്ട് കിട്ടി. ഫ്ലാറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം കൊണ്ടൊന്നും ഫ്ലാറ്റ് പണി ചെയ്യില്ലല്ലോ, എന്തായാലും ഒരു വർഷം കൊണ്ടും ചെയ്യില്ല, ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫ്ലാറ്റിൻ്റെ പണി മുഴുവൻ കഴിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻകം കാണിക്കണമല്ലോ, സെയിൽസ് കാണിക്കണമല്ലോ. അഡ്വാൻസ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല, നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻകം ബുക്ക് ചെയ്യേണ്ടി വരും, സെയിൽസ് ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മളവിടെ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വൈസ്ഡ് നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ബുക്ക് ചെയ്യും. ഇത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിലുള്ളൊരു ഇൻകം റെക്കഗ്നൈസേഷൻ മെത്തേഡാണ്, പെർഫോമൻസ് ബേസ്ഡ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് വൈസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, ആ ഫ്ലാറ്റിൻ്റെ ഇപ്പോൾ 100 നില ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 നില കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്ലാറ്റിൻ്റെ വാല്യൂറെ കൊണ്ടുവരും, ഫ്ലാറ്റ് വാല്യൂ ചെയ്യുന്ന ആളെ കൊണ്ടുവന്നിട്ട്, രജിസ്റ്റേർഡ് വാല്യൂറെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ആർക്കിടെക്റ്റും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യും, 10% പണി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, സർട്ടിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ 100 ബിൽഡിംഗ് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ 10 നില കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ 10% പണി പൂർത്തിയായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് നമുക്ക് 100 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ 100 രൂപൻ്റെ 10% നമ്മൾ എന്ത് ചെയ്യും, ഇൻകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. മനസ്സിലായിക്കണോ? അതിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, 100 നില ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, ഓക്കെ, 100 നില ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, 100 രൂപയും കിട്ടുന്നുണ്ട്, 100 രൂപയാണ് അതിൻ്റെ ഇൻകം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന സമയത്ത് ഈ 100 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻകം എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കാൻ പറ്റില്ല. അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പെർഫോമൻസ് പരിപാടി ചെയ്തിട്ടുണ്ടാവണം അല്ലേ. ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പണി ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇൻകം റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആവണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, ഇൻകം റെക്കഗ്നൈസേഷൻ ബേസ്ഡ് ഓൺ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേഴ്സൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇൻകം റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്, അങ്ങനത്തെ കുറച്ച് ഇൻകം റെക്കഗ്നൈസേഷന് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണെന്ത്, ഇവിടെ ഇൻകം റെക്കഗ്നൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ റൂൾസ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻകം റെക്കഗ്നൈസേഷൻ റൂള്. ഓക്കെ, പിന്നെ അക്കൗണ്ടന്റിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അക്കൗണ്ടന്റുമായി ബന്ധപ്പെട്ട് ഈ അക്കൗണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ, ഈ അക്കൗണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാട്ടോ, ഇതാ ഇവിടെ ഈ സാധനം, ഈ മാനുവലിലുള്ള ഈ അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനാണ് ഒരു ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് അഡ്ജസ്റ്റ്മെന്റ്സ്, സെറ്റിങ്സിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തണമെങ്കിൽ അതിനുള്ളതാണ്. ജനറൽ പോവുക, അക്കൗണ്ടന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ട്രാക്ക് ഗെയിൻ ആൻഡ് ലോസ് ഇൻ സം എക്സ്പെൻസ് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ഗെയിൻ ഓർ ലോസ് ഏതിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത്, ട്രാക്ക് ഗെയിൻ ആൻഡ് ലോസ് ഇൻ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഇത് ടെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും. പിന്നെ മാനുവൽ ഡിഫോൾട്ട് ഇതിൽ ഓരോന്ന് അതേപോലെ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ജേണൽ അപ്രൂവൽ വേണമെന്നുള്ളത്, ഇപ്പോൾ ഒരു ജേണൽ എൻട്രി അടിക്കണം എന്നുണ്ടെങ്കിൽ അപ്രൂവൽ വേണമെന്നുള്ളത് ഞാൻ നോ അപ്രൂവലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ സിമ്പിൾ അപ്രൂവൽ പോവാം, മൾട്ടി ലെവൽ അപ്രൂവലിൽ പോവാം. മൾട്ടി ലെവൽ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിന് അടുത്ത യൂസറും കൂടി അപ്രൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ജേണൽ എൻട്രി അടിക്കണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടന്റും അപ്രൂവ് ചെയ്യണം, ഓണറും അപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൾട്ടി ലെവൽ അപ്രൂവൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അല്ല സിമ്പിൾ അപ്രൂവൽ ആണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഒരു ജേണൽ എൻട്രി ജൂനിയർ അക്കൗണ്ടന്റ് എന്ത് ചെയ്തു, ഒരു ജേണൽ എൻട്രി അടിച്ചു, ആ ജേണൽ എൻട്രി നമ്മളെ സിസ്റ്റത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സീനിയർ അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം, അപ്രൂവൽ കൊടുക്കണം എന്നാണ് നമ്മുടെ കമ്പനീൻ്റെ പോളിസി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സെലക്ട് ചെയ്താൽ മതി, സിമ്പിൾ അപ്രൂവൽ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താവും, ഒരു ജേണൽ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ സീനിയർ അക്കൗണ്ടന്റ് യൂസർ ആരാണോ അയാൾക്ക് എന്ത് തരും, ഈ അപ്രൂവലിന് ചോദിക്കും, അയാൾ അപ്രൂവ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, ജേണൽ എൻട്രി കയറുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ നോ അപ്രൂവലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കൗണ്ടന്റിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിൻ്റെ സെറ്റിങ്സ് ആണ്
ഇവിടെ ചെയ്യാനുള്ളത് ഇത് പ്രൊജക്ട് റിലേറ്റഡ് കാര്യം ആൻഡ് ഇത് ടൈം ഷീറ്റ് റിലേറ്റഡ് കാര്യം. സെറ്റിങ്സിൽ കുറേ സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സെയിൽസിലും പർച്ചേസിലും ഈ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇൻവോയ്സ് മാത്രം എടുത്ത് നോക്കാം നമുക്ക്. സെയിൽസിൽ ഇൻവോയ്സ് മാത്രം, ഇൻവോയ്സിൽ കണ്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇൻവോയ്സിൽ ആദ്യം ചോദിക്കുന്ന നോക്ക്, അലോ എഡിറ്റിംഗ് സെൻഡ് ഓഫ് ഇൻവോയ്സ്, അസോസിയേറ്റ് ആൻഡ് ഡിസ്പ്ലേ എക്സ്പെൻസ് റെസീപ്റ്റ്സ് ഇൻ ഇൻവോയ്സ് PDF. ഇനി ഇൻവോയ്സ് നമ്പറിൻ്റെ ഇൻവോയ്സ് ഓർഡറിൻ്റെ നമ്പർ, യൂസ് സെയിൽസ് ഓർഡർ നമ്പർ, യൂസ് സെയിൽസ് ഓർഡർ റെഫറൻസ് നമ്പർ. ഇൻവോയ്സ് ഓർഡർ നമ്പർ ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. സെയിൽസ് ഓർഡർ നമ്പർ തന്നെ യൂസ് ചെയ്താൽ മതിയോ, അല്ല സെയിൽസ് ഓർഡർ റെഫറൻസ് നമ്പർ ആണോ യൂസ് ചെയ്യേണ്ടത്? അത് നമുക്കിവിടെ ടിക്ക് ഇടാൻ പറ്റും. ഇനി പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ടിക്ക് ഇടാത്തൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഓട്ടോമേറ്റ് താങ്ക് യു നോട്ട് ടു കസ്റ്റമർ ഓൺ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ പേയ്മെൻറ്റ്. അതായത് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതിൽ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഹോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ പേയ്മെൻറ്റ് ചെയ്ത കസ്റ്റമർക്ക് എന്ത് ചെയ്യും, ഒരു താങ്ക് യു നോട്ട് പോകും. അതിനുള്ളതാണിത്, ഇത് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ QR കോഡുമായി ബന്ധപ്പെട്ട് ഈ QR കോഡ് ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനാബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, QR കോഡ് ഓപ്ഷൻ എനാബിൾ ചെയ്യാനുള്ളതും ഡിസേബിൾ ചെയ്യാൻ QR കോഡുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടത്, നാളെ പറയാം. അതായത് ഈ ഇൻവോയ്സിങ്ങിൻ്റെ കേസ്. ഓക്കെ, ഈ ഇൻവോയ്സിങ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് സോഹോൻ്റെയും ടാലൻറ്റും കൂടി ഒരുമിച്ച് പറയാം. നാളത്തെ ഡിസ്കഷനിൽ അത് പറയാം, കുറച്ച് പറയാനുണ്ട് ഈ ഇൻവോയ്സിങ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സെറ്റിങ്സിനകത്ത് കുറേ സാധനമുണ്ട്. ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നില്ല. സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇതൊന്നും നോക്കിയാൽ മനസ്സിലാവും. സെയിൽസിലുള്ള ഈ ഓരോ ഐറ്റത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ഫീൽഡ് ആഡ് ചെയ്യാനോ ഒഴിവാക്കാനൊക്കെ പറ്റും. പർച്ചേസിൽ ഇതേപോലെ ഓരോ ഐറ്റത്തിനും അഡീഷണൽ ഫീൽഡും ആഡ് ചെയ്യാനും ഒഴിവാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സെറ്റിങ്സിനകത്തുള്ളത്. ബാക്കി ഒരുവിധം ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കറൻസി അഡ്ജസ്റ്റ്മെൻറ്റ്സും അതുപോലെ ഈ ഇൻവോയ്സിങ്ങിൻ്റെ കേസുമാണ് സോഹോയിൽ പറയുന്നത്. പിന്നെ പേറോൾ ജസ്റ്റ് ഞാനൊന്ന് പറയാം. പേറോൾ ഇപ്പോൾ സോഹോ ബുക്സ് നിന്ന് പുറത്തോട്ട് പോകും, സോഹോ പേറോളിലേക്കാണ് പോവുക. കണ്ടോ, സോഹോ പേറോൾ എന്നുള്ള വേറെ ടാബിലേക്കാണ് പോവുക. സോഹോ പേറോൾ വേണമെന്നുണ്ടെങ്കിൽ സോഹോ പേറോൾ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ടാബിലേക്കാണ് പോവുക. ഞാൻ ജസ്റ്റ് സോഹോ ബുക്സിൽ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. സോഹോ പേറോളിൽ പോകുമ്പോൾ അടുത്ത ഓർഗനൈസേഷൻ അതിൽ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണം ചെയ്യാൻ. നമുക്ക് അതും ചെയ്യാം. ഓക്കെ, സോഹോ പേറോൾ ഒന്ന് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയ 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് പറയാനുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ പറയാം. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാലിയാണ്. ടാലി നാളെ ഉണ്ടാവില്ല. നാളത്തെ ദിവസം ടാലി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെഷൻസ് ഉണ്ടാവില്ല. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെഷൻസ് ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പിലിടും എന്നാണ് വരുന്നത് എന്നുള്ളത് ഗ്രൂപ്പിലിടും. അപ്പോൾ അന്ന് നമ്മൾ ടാലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ടാലി പ്ലസ് നമ്മൾ ഇന്ന് ബാക്കി വെച്ച സോഹോയിലുള്ള ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ഓക്കെ, ബാക്കി ഫുള്ള് ടാലി ആയിരിക്കും. ടാലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം തീർക്കണം എന്നാണ്. കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ടാലി ഒറ്റ സ്ട്രെച്ചിലെങ്കിലും തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. പറ്റുമോ നോക്കാം, നോക്കിയാൽ കഴിയും. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ടാലി ഉണ്ടാവും. 2-3 ദിവസം ടാലി ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഇനിയുള്ളൂ. സോ നാളെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന് സെഷൻ ഉണ്ടാവില്ല. അടുത്ത ദിവസം ഏതാ സെഷൻ ഉള്ളത് എന്നുള്ളത് ഒരു 4 ദിവസത്തെ ലീവ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ആ 4 ദിവസത്തെ ലീവിൻ്റെ ഉദ്ദേശം 2 ഒന്ന് ടാലിൻ്റെ സെഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതാണ്. രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച സെഷൻസിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇതുവരെ പഠിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഇനി റെക്കോർഡിങ്സ് ഒക്കെ ഏതെങ്കിലും പെൻഡിങ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ദിവസത്തെ ലീവിനുള്ളിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഏതെങ്കിലും സൈഡിൽ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കൺസെപ്റ്റ് ഒന്നും കൂടി പറയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ടാലി സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇപ്പോൾ അടുത്ത സാറ്റർഡേ ഫ്രൈഡേ അല്ലെങ്കിൽ സൺഡേ തിങ്കളാഴ്ചയൊക്കെയാണ് ക്ലാസ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പിലൊന്ന് ഇട്ടാൽ മതി. ഈ ഒരു പോയിന്റും കൂടി ഈ സെഷനകത്തൊന്നും കൂടി പറയണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് കൂടി പറയണം. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്കുണ്ടോ ഇതുവരെ നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ പറഞ്ഞ എന്തൊക്കെയുണ്ടോ, അല്ല ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ സംശയമുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തേക്കോ പ്രിപ്പയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു സെഷനോട് കൂടി നമ്മൾ എന്താവും, നമ്മുടെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ടോപ്പിക്സ് ഫുള്ള് കംപ്ലീറ്റഡ് ആവും. ഓക്കെ, പിന്നെ ഇനി വാറ്റിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ആവാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ തൊട്ട് വാറ്റിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വാറ്റിൻ്റെ ക്ലാസ് ഉണ്ടാവും. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഓക്കെ അല്ലേ?
സർ നമുക്ക് ഈ പിന്നെ വെബ്സൈറ്റ് ആക്സസ് എത്ര എത്ര മാസം ഉണ്ടാവുക എംപവറിന്റെ? അത് 6 മന്ത് ആണോ 1 ഇയർ ആണോ ഏതോ ഒന്നാണ്, എനിക്ക് എക്സാക്ട് അറിയില്ല. 6 മന്ത് ഓർ 1 ഇയർ ആണ്, ഏതോ ഒന്നാണ്. 1 ഇയർ. ആ പറഞ്ഞിട്ടുണ്ടാവും അവിടുന്ന്. ഈ ക്ലാസ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലേ? വീഡിയോ ഡൗൺലോഡ് ഫയൽസ്. ചെയ്യാൻ പറ്റൂലല്ലോ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല. ക്ലാസ് ഓൺലൈൻ എങ്ങനെ കാണാൻ തന്നെ പറ്റുള്ളൂ, ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ടാവില്ലല്ലോ. വെബ്സൈറ്റ് ആക്സസ് തന്നെ ഉണ്ടാവുള്ളൂ. ഈ അഡ്വാൻസ് അക്കൗണ്ടിങ് അതും കൂടെ കഴിഞ്ഞവർ എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞവർക്കുള്ളത് ഞാൻ അന്ന് പറഞ്ഞുതരാം. അന്നത്തെ സെഷൻ അതിന് ശേഷം നമ്മൾ പറഞ്ഞുതരാം, ഓക്കെ. കംപ്ലീറ്റ് ചെയ്യവർക്ക്. ബാക്കി പ്രൊസീജിയർ ഓക്കെ. ഹലോ സോ ഹലോ എന്ത് ചെയ്യട്ടെ? പറയും. കേസ് വാറ്റിന്റെ ക്ലാസ് നാളെ ഉണ്ട് പറയുന്നുണ്ട് നമുക്ക്. നാളുണ്ട്, അപ്പോ നാളുണ്ട്. ആ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ടാലിന്റെ ക്ലാസ് ഒക്കെ? അല്ലല്ല, അതിന്റെ ഇടയിൽ തന്നെ ആയിരിക്കും, ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ആ അല്ല, ഒരു ദിവസം 2 ക്ലാസ് വരും അങ്ങനെ ചിലപ്പോ ഉണ്ടാവില്ലല്ലോ? വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ, ചിലപ്പോ ആ അതും കൂടി നോക്കിയിട്ടാണ്. ചിലപ്പോ ചാൻസ് ഉണ്ട്, ഉണ്ടെങ്കിൽ പറയും. ഓക്കെ ഓക്കെ. 2 ടൈം ആവുമല്ലോ അല്ലേ? 2 ടൈം ആയിരിക്കും, ഒരേ ഓക്കെ ഓക്കെ ടൈമിലാവും. ഓക്കെ ഓക്കെ. പിന്നെ അത് എത്ര ദിവസം ഉണ്ടാവും, നല്ല ഐഡിയ ഇത് ഉണ്ടോ ഈ കേസ് വാറ്റ്? പാറ്റ് എന്തായാലും ഒരു 15-20 ദിവസം കൊണ്ട് കഴിയും. മാക്സിമം 20 ആ ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് തീരും. 15 to 20 ഉള്ളിൽ തീരും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇല്ല, എന്നാലും വാറ്റ് 20 ദിവസത്തിനുള്ളിൽ തീരും. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആണ് പിന്നെയും ടൈം എടുക്കുക. വാറ്റും കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ പെട്ടെന്ന് തീരും. ഓക്കെ ഓക്കെ. ഓക്കെ, ശരി.